എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ ദേവി. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32. അതിലെ കഴിഞ്ഞ ദിവസം 15 ശ്ലോകം വരെ നമ്മൾ മനസ്സിലാക്കി. അവിടെ കുടുംബ ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥന്മാർ തന്നെ 2 വിധത്തിലാണെന്ന് പറഞ്ഞു. ഒരു വിഭാഗം പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം ഇത് 3ഉം അറിഞ്ഞ് അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഗൃഹസ്ഥന്മാർ. അപ്പോൾ ധാർമ്മികമായ രീതിയിൽ ജീവിക്കുക, പണം സമ്പാദിക്കുക, സുഖങ്ങൾ അനുഭവിക്കുക, കുടുംബത്തെ പരിപാലിക്കുക, അങ്ങനെ ജീവിച്ച് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് മരിക്കുക. ഇതാണ് ഈ ലോക ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റൊരു വിഭാഗം ഗൃഹസ്ഥന്മാർ ഞാൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് വന്ന ഈ ബന്ധങ്ങളെ ആ ബന്ധങ്ങളോടുള്ള കടമകൾ, അത് ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നറിഞ്ഞ് ഇത് എൻ്റെ കുടുംബമാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ വീട്, എൻ്റെ ഭൂമി എന്ന മമതയില്ലാതെ, മനസ്സിലായി, അങ്ങനെ ജീവിച്ച് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ധർമ്മങ്ങളുണ്ടല്ലോ, എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ സംഘമില്ലാതെ ആസക്തിയില്ലാതെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥന്മാർ. അങ്ങനെ 2 വിഭാഗം കുടുംബസ്ഥരുണ്ട്. ഇപ്പം രണ്ടാമത് പറഞ്ഞ ആളുകളുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പറയുകയാണെങ്കിൽ രാജർഷി എന്ന് നമ്മൾ വിളിച്ചവരാരൊക്കെയായിരുന്നു? ജനക മഹാരാജാവ് രാജർഷി ആയിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് രാജർഷി ആയിരുന്നു. കാരണം രാജാവായിരിക്കുമ്പോഴേ ഋഷി തുല്യരായിട്ടിരിക്കുക. ഋഷി എന്ന് പറഞ്ഞാൽ മമതയില്ലാതെ, രാജാവാണ്, കുടുംബമാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്. രാജാവായിരിക്കുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. ഒരു സാധാരണക്കാരനേക്കാൾ ഏറെ സുഖങ്ങളും ആഡംബര ജീവിതവും ഒക്കെ നയിക്കുന്ന ഒരു ജീവിതമാണെങ്കിലും അതിനോടൊന്നിനോടും, ആ ബന്ധങ്ങളോടും ആ ആഡംബര ജീവിതത്തിനോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ മനസ്സ് ആ തലത്തിലിരുന്നു കൊണ്ട്, എന്നാൽ ഗൃഹസ്ഥാശ്രമ ജീവിതവും ആ ജന്മത്തിലെ ഉത്തരവാദിത്തം രാജാവായിരിക്കുകയാണ് ആ ഡ്യൂട്ടി, ജോലി. അപ്പോൾ ആ കർമ്മവും ഭംഗിയായിട്ട് പൂർത്തിയാക്കണം. എന്നാൽ ഇതിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ, അതാണ് അവരെയൊക്കെ രാജർഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് സാധ്യമാണ് എന്നതിന് ഉദാഹരണമാണ്. അങ്ങനെയും കുടുംബജീവിതം നയിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ 2 വിഭാഗത്തിലുമുള്ളവരുടെ അവസ്ഥ, അവരുടെ മരണശേഷം അവരെങ്ങനെയാണ് പുനർജന്മത്തിൽ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആ ധർമ്മമർത്ഥ കാമം ഇത് മാത്രം, മോക്ഷത്തെക്കുറിച്ച് അറിയാതെ ഇത് മാത്രം ശ്രദ്ധിക്കുന്നവർ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രലോകം എന്ന പുണ്യലോകത്ത് പോയി പുണ്യം അനുഭവിച്ച് അത് കഴിഞ്ഞ് തീർച്ചയായും വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ഗൃഹസ്ഥന്മാർ, കുടുംബസ്ഥന്മാർ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, അതായത് എന്താ പറയുക, സംഘമില്ലാതെ, മമതയില്ലാതെ കുടുംബജീവിതം നയിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ചവരായതുകൊണ്ട് അവർ ചന്ദ്രലോകമല്ല സൂര്യലോകത്തേക്കാണ് ആ സൂക്ഷ്മ ശരീരം പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബ്രഹ്മലോകത്തെ പ്രാപിച്ച് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലേക്ക് ലയിച്ച് ചേർന്ന് ബ്രഹ്മാവ് ഇരിക്കുന്നിടത്തോളം കാലം, 100 കൽപ്പം ബ്രഹ്മാവിൻ്റെ ജീവിതകാലം, ആ ആയുസ് തീരുന്നത് വരെ ജീവിച്ച് അവസാനം ബ്രഹ്മാവ് തന്നെ പരമപുരുഷനിലേക്ക് ലയിക്കുന്നതോടുകൂടി ലയിക്കുന്നു. അതായത് ക്രമമായ മുക്തിയാണ് സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ പോയാൽ പോലും ഇവിടെ ബ്രഹ്മദേവൻ പോലും
ഒരല്പം കർത്തൃത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നുകൂടി ഇന്നലെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിലെ രജോ ഗുണമാണ്. അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്യാൻ ഉത്സുകനായിരിക്കും. അവിടെ ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നൊരു രജോ ഗുണിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആ കർമ്മം ചെയ്യാൻ ഇത്ര ഉത്കണ്ഠയും താല്പര്യവും വരുന്നത്. ആ ഞാൻ എന്ന കർത്തൃത്വ ബോധം ഒരല്പമുള്ളത് കൊണ്ട് തന്നെ 100 കൽപ്പം എന്ന തൻ്റെ ആയുസ് കഴിഞ്ഞ് പരമപുരുഷനിൽ ലയിച്ചാലും വീണ്ടും സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് സത്വരജ തമോ ഗുണങ്ങൾ സമമായി നിൽക്കുന്നിടത്തു നിന്നും വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ ബ്രഹ്മദേവൻ ആവിർഭവിച്ച് പ്രപഞ്ച സൃഷ്ടിയെ വീണ്ടും തുടങ്ങേണ്ടതായി വരുന്നു. ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 16ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യേ തു ഇഹ ആസക്ത മനസ കർമ്മസു ശ്രദ്ധയാന്വിത കുർവന്തി അപ്രതിഷിദ്ധാനി നിത്യാനി അഭി ച കൃതസ്നശഃ. അപ്പോൾ യേ തു, ഇനി ചില ആളുകളുടെ കാര്യമാണ് കേട്ടോ. ഏതു എന്ന് വെച്ചാൽ ചില ഗൃഹസ്ഥന്മാർ, കുടുംബസ്ഥന്മാർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആസക്ത മനസ്സ കർമ്മസു, തൻ്റെ കർമ്മങ്ങൾ ഞാനാണ് ചെയ്യുന്നത് എന്ന മനസ്സോടുകൂടി ആ കർമ്മത്തിനോട് ആസക്തമായിട്ട് ശ്രദ്ധയാനിത, എന്നാൽ നല്ല വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നവരായിരിക്കാം. കുർബന്തി എന്ന് വെച്ചാൽ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രതിഷിദ്ധാനി, ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം അവർ ചെയ്യുന്നു. ഒപ്പം നിത്യാനി അഭി, നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങളെ അവർ കൃതസ്നശഃ ആവർത്തിച്ച് മുടങ്ങാതെ അവർ ചെയ്തു പോരുന്നു എന്ന്. അതായത് ഈ ഗൃഹസ്ഥന്മാർ തന്നെ ആദ്യം പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, സത്യം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തെക്കുറിച്ച് അറിയാത്ത ആ ഒരു ധാർമ്മികമായ ജീവിത രീതിയിൽ സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നതിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിക്കുന്ന ആളുകൾ, അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവരെ വളരെ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യും. പക്ഷേ ഞാനാണ് ആ പണി ചെയ്യണേ, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചു, എനിക്കറിവുണ്ടായി, ഞാൻ പഠിച്ചു, ഞാൻ നേടി, ഞാൻ ആ കർമ്മം ചെയ്യുന്നു എന്ന ഭാവത്തോട്. അതുമാത്രമല്ല, അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കണം എനിക്ക് എന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഞാനാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കഴിവ് വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് വിജയകരമായി അത് പൂർത്തീകരിക്കണം എന്ന കർമ്മത്തിനോടൊരു ആസക്തിയും വെച്ച് വളരെ ശ്രദ്ധയോടെ അവർ കർമ്മം ചെയ്യുന്നു. അതോടൊപ്പം നിത്യാനി അഭി, നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളും അവർ ആവർത്തിച്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ? നിത്യവും ചെയ്യേണ്ട സാധനകൾ, ഈശ്വര പ്രാർത്ഥന. കാരണം കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ഒരു ഈശ്വരവിശ്വാസി ആയിരിക്കും. കാരണം എന്താ? അസുഖങ്ങൾ, അപകടങ്ങൾ, നഷ്ടങ്ങൾ, ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ എല്ലാവരും നല്ല ആയുരാരോഗ്യത്തോടു കൂടിയിരിക്കണം. എൻ്റെ കുടുംബത്തിൽ അസുഖങ്ങളൊന്നും വരരുത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരരുത്, മക്കളൊക്കെ നന്നായി പഠിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു കുടുംബസ്ഥൻ്റെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അവൻ തീർച്ചയായും ഒരു ഈശ്വരവിശ്വാസിയായിരിക്കും, അല്ലേ? എപ്പോഴും ഇല്ലെങ്കിലും സാധിക്കുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുക, വഴിപാടുകൾ എല്ലാവരുടെ പേരിലും ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, നിത്യേനയുള്ള വിളക്ക് വെച്ച് നാമം ജപിച്ച് ദേവന്മാരെ ആരാധിക്കുന്നവനായിരിക്കും അവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ചില ഗൃഹസ്ഥന്മാർ അങ്ങനെയുണ്ട്. അവർ ആ കർമ്മം, അവൻ പഠിച്ചു, ഞാൻ ദേ ജോലി ചെയ്യുന്ന എൻ്റെ കഴിവുകൊണ്ട് ഞാൻ അത് ഭംഗിയാക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ എന്ന ഈ ഭൗതിക ശരീരത്തെ ചലിപ്പിക്കുന്ന സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് അവൻ അറിയില്ല. അതാണ് ആ മോക്ഷം, പുരുഷാർത്ഥത്തിൽ മോക്ഷത്തെക്കുറിച്ച് അവൻ അറിയില്ല. ആ സൂക്ഷ്മ ശരീരം, പ്രകൃതി എന്ന ശക്തിയാണ് ഈ ശരീര മനസ്സ് ബുദ്ധിനെ ചലിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചു, എൻ്റെ അച്ഛനമ്മമാർ എന്നെ പഠിച്ചു, ഞാൻ നല്ല ജോലി നേടി, എൻ്റെ ബുദ്ധിശക്തി വെച്ച് ഞാൻ ആ ജോലി ഭംഗിയായി ചെയ്യുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ന ഭാവത്തിൽ ആസക്തിയോടുകൂടി ആ കർമ്മം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ കുടുംബം നല്ല രീതിയിൽ നിൽക്കാൻ ഈശ്വര പ്രാർത്ഥനയും നിത്യേന ചെയ്യേണ്ട സാധനങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ, അവരുടെ കാര്യമാണ് പറയുന്നത്. 17 അവര് രജസാ കുണ്ഡമനസ കാമാത്മനഃ അജിതേന്ദ്രിയഃ പിതൃൻ യജന്തി അനുദിനം ഗൃഹേഷു
ഗൃഹേഷു അഭിരഥാശയഃ രജസാ കുണ്ഡമനസഃ കാമാത്മനഃ അജിതേന്ദ്രിയഃ പിതൃൻ യജന്തി അനുദിനം ഗൃഹേഷു അഭിരഥാശയഃ. ഇവിടെ പറയുന്നത് അവരെന്താ ചെയ്യുക? രജസ. തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ ഗുണം ഏതായിരിക്കും? 3 രജോ ഗുണം കൂടി നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ കുണ്ഡ മനസ്സാന്ന് വെച്ചാൽ ഉത്കണ്ഠ, ചെയ്യുന്ന കർമ്മത്തിൽ ഉത്കണ്ഠയുള്ളൊരു മനസ്സായിരിക്കും അല്ലേ? നമ്മളൊക്കെ ടീച്ചറാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരാണെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കണമെന്ന ഉത്കണ്ഠയുള്ള മനസ്സ്, ആ കർമ്മത്തിൽ ഉത്കണ്ഠയുള്ള മനസ്സ്. കാരണം രജോ ഗുണമാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരിൽ ഉത്കണ്ഠയുള്ള ഒരു മനസ്സുണ്ടാവും. മാത്രമല്ല കാമാത്മനഃ, ആ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഇന്നതൊക്കെ പൂർത്തീകരിക്കണം, ഇന്ന വർക്ക് എനിക്ക് ഇന്നത് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റണം, അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ആ കമ്പനിയിൽ എനിക്ക് ഉയർച്ച ഉണ്ടാവണം, ഉയർന്ന സാലറി, ഉയർന്ന പൊസിഷൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അജിതേന്ദ്രിയ, അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയവരായിരിക്കും ഇവർ. കണ്ണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, ജയിക്കാൻ കഴിയുക, അതാണ് അജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു പിടിക്കാൻ കഴിയാതെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും വെച്ച് ജോലി ചെയ്ത് ഉത്കണ്ഠയുള്ള ഒരു മനസ്സോട് കൂടി ജീവിക്കുന്ന അവർ അനുദിനം എപ്പോഴും പിതൃൻ യജന്തി, പിതൃദേവന്മാരെ ആരാധിച്ച് ഗൃഹേഷു അഭിരഥാശയഃ, കുടുംബജീവിതത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്നവരായിരിക്കും. ഗൃഹേഷു, കുടുംബജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ് അവരെന്ന്. അപ്പോൾ അവർ കുടുംബത്തെ നല്ല രീതിയിൽ, എനിക്ക് എൻ്റെ ജോലിയിൽ നന്നാവാനും കുടുംബം നന്നാവാനും എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സുഖവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പിതൃദേവന്മാരെ പൂജിച്ച് ജീവിക്കുന്ന, പിതൃദേവന്മാരെ ആരാധിക്കുന്ന ഇങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമികൾ എവിടെ? അവരെ കാര്യമാണ് പറയുന്നത്. അവർ ശ്ലോകം 18 ത്രൈവർഗികാഹ തേ പുരുഷ വിമുഖ ഹരിമേധസഃ കഥായാം കഥനീയ ഉരുവിക്രമസ്യ മധുദ്വിഷഃ. അവരുടെ കാര്യം പറയുന്നത് അവർക്ക് ത്രൈവർഗിക, തേ എന്ന് വെച്ചാൽ അവർക്ക്, ത്രൈവർഗിക പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 3 എണ്ണം മാത്രമേ അവർക്ക് അറിയൂ, ധർമ്മം അർത്ഥം കാമം. അതാണ് പറയുന്നത് ത്രൈവർഗിക. ആ 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിയുന്ന ആ കുടുംബസ്ഥർ ഹരിമേധസ, ഭഗവാൻ ശ്രീഹരിയുടെ ആ പരമപുരുഷൻ, പരമപുരുഷനായ ഭഗവാൻ ശ്രീഹരിയുടെ കഥായാം കഥനീയ ഉരുവിക്രമസ്യ, അതായത് കീർത്തിക്കപ്പെടേണ്ട മഹാത്മ്യങ്ങളോട് കൂടിയ കഥായാം, ആ കഥകളോട് വിമുഖത കാണിക്കുന്നു. ഇപ്പൊ ശരണ്യ പറഞ്ഞില്ലേ, ആ വിഭാഗത്തിൽപ്പെടുന്നവർ വിമുഖത, അതിനോട് ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നു. മധുദ്വിഷ, മധു എന്ന അസുരനെ വധിച്ച ആ ഭഗവാൻ ശ്രീഹരിയുടെ കഥകൾ കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു വിമുഖത അവർ നിത്യവും കാണിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞത്. സത്യം, ധർമ്മം, അർത്ഥം, ഈ 3 കാര്യങ്ങളെ മാത്രം അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ കുടുംബത്തെ പരിപാലിച്ച് കർമ്മം പൂർത്തിയാക്കി മരിക്കണം. ഇത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണോ ഈ മനുഷ്യ ശരീരം കിട്ടിയത്? അല്ല എന്ന് കപിലമൂർത്തി മുന്നേ പറഞ്ഞു തന്നു അല്ലേ. എത്രയോ ജന്മങ്ങളുടെ യാതനകൾ കഴിഞ്ഞ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത് എത്ര പരിശുദ്ധമാക്കപ്പെട്ടിട്ടാണ്, എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ടിട്ടാണ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. കാരണം ആ മനുഷ്യ ശരീരത്തിലാണ് ശരീരവും മനസ്സും ബുദ്ധിയും ഉള്ളത്. ഒരു ജീവിക്കാനുള്ള ബുദ്ധി അല്ലാണ്ടേ, അതായത് സാമാന്യ ലോകത്ത് ജീവിക്കുക, വിശപ്പ് മാറ്റുക, ഉറങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവിക്കാനുള്ള ബുദ്ധിയാണ് മറ്റെല്ലാ മൃഗങ്ങൾക്കും ഉള്ളൂ, മറ്റെല്ലാ ജീവി പ്രാണികൾക്കും ഉള്ളൂ. പക്ഷേ മനുഷ്യന് അതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. അതായത് ഇതല്ല എൻ്റെ ജന്മലക്ഷ്യം എന്ന് മനസ്സിലാക്കി പോകാനുള്ളൊരു ബുദ്ധി മനുഷ്യനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോക്ഷയോഗ്യമായ മനുഷ്യജന്മം കിട്ടുന്നത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ആ ജന്മത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്ത് സുഖമായിട്ട് കുടുംബജീവിതം നയിക്കണം, പ്രാരാബ്ദങ്ങൾ പൂർത്തീകരിച്ചു പോകണം എന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. അപ്പം അതെന്താന്ന് വെച്ചാൽ, എന്നാൽ പുറത്തേക്ക് വരുന്നേറ്റവും മുൻപേ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ആ പരമാത്മാവിന് വാക്ക് കൊടുത്തതാ, ഈ ജന്മത്തിൽ ഈ ശരീരത്തിലിരുന്ന് ഞാൻ അങ്ങയെ അറിയും, ആ അറിവിലേക്ക് ഞാൻ മുക്തിക്ക് യോഗ്യനായി തീരും ഞാൻ എന്ന് വാക്ക് കൊടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത് അമ്മയുടെ വയറിൽ നിന്നും.
എന്നിട്ട് വന്നു കഴിയുമ്പോൾ ഈ അറ്റാച്ച്മെൻറ്റിൽ കുടുംബം, പണം, സ്വത്ത്, സുഖസൗകര്യം ഇതിൽ പെട്ടു പോകുമ്പോൾ പിന്നെന്താ, ആ ഈശ്വര ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കേട്ടാലേ എന്താണ് ഈശ്വരധർമ്മം എന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്ന അറിവ് വെച്ച് എന്താണ് മനുഷ്യൻ്റെ ധർമ്മം എന്നറിയാം അല്ലേ. ആരെയും വേദനിപ്പിക്കാതെയും ദ്രോഹിക്കാതെയും ജീവിക്കുക, സത്യസന്ധമായി ജീവിക്കുക, ഇതാണ് മനുഷ്യൻ്റെ ധർമ്മം. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു ആത്മീയ ധർമ്മമുണ്ട്, അതായത് ഭഗവാന്റെ ധർമ്മം. അത് മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കണം. ആ കഥകളിൽ എങ്ങനെയാണ് ഭഗവത് ധർമ്മം പാലിച്ച് ഈ ഭൂമിയിൽ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാം, ഒരു സന്യാസിയായിട്ടല്ല, ഒരു സാധാരണക്കാരനായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഭഗവാന്റെ അവതാര കഥകളാണ് നമ്മൾ പഠിക്കണേ. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ഒക്കെ അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, പക്ഷെ പാലിക്കുന്നത് മനുഷ്യൻ്റെ ധർമ്മവും ഈശ്വരധർമ്മവും. ഈ രണ്ട് ധർമ്മവും പാലിച്ച് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാം എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ആ പരമാത്മാവ് തന്നെ ശരീരരൂപത്തിൽ വന്ന് അവതരിച്ച ഈ അവതാര കഥകളാണ് നമ്മൾ ഭാഗവതത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് പഠിക്കുമ്പോഴാണ് ഇതാണ് ഈശ്വരധർമ്മം, ഈ ധർമ്മത്തിലൂടെ ജീവിച്ചാലേ ഞാൻ ഈ ജനിമൃതികളിൽ പെടാതെ പോവുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഇത് വിട്ടു പോവും, പിന്നെ വീണ്ടും ഈ പ്രാരാബ്ദം തീരുമ്പോൾ വീണ്ടും വരും. ഇതിലിങ്ങനെ വന്നും പോയി പോയി ഇരിക്കണതിൻ്റെ ഗുണം എന്താന്ന്, സുഖം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോഴും വന്നാലും പോവുമ്പോഴും ഒക്കെ വരുന്ന ദുരിതങ്ങളും യാതനകളും എത്രമാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് ഈശ്വരധർമ്മം എന്താണെന്ന് അറിയണം, അങ്ങനെ ജീവിക്കണം. അല്ലാതെ കുടുംബം പ്രാരാബ്ദം തീർക്കാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ ഒരു അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ഈശ്വരൻ്റെ ഭഗവാന്റെ കഥകൾ, ആ ഗുണകഥകൾ, ആ ഈശ്വരധർമ്മം പാലിച്ച് എങ്ങനെയാണ് ജീവിക്കുക എന്ന കഥകൾ കേൾക്കാൻ തന്നെ അവർക്ക് വിമുഖത, താല്പര്യമേ ഉണ്ടാവില്ല എന്നാണ് അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർക്ക്, കുടുംബസ്ഥന്മാർക്ക്. അപ്പോൾ എന്താ സംഭവിക്കുക? ശ്ലോകം 19 നൂനം ദൈവേന വിഹതായേ ച അച്യുത നൂനം ദൈവേന വിഹതായേ ച അച്യുത കഥാസുതാം ഹിത്വാ ശൃണ്വന്തി അസത്ഗാഥ പുരീഷം ഇവ വിഡ്ഭുജഃ. ഇവിടെ പറയാണ് നൂനം തീർച്ചയായിട്ടും ദൈവേന ഭഗവാനാൽ നൽകപ്പെട്ട, ഭഗവാൻ എന്ന് വെച്ചാൽ പ്രകൃതി നിശ്ചയം അനുസരിച്ച് അവന് കിട്ടിയിട്ടുള്ള, അവനിൽ വന്ന ആ പ്രാരാബ്ദങ്ങൾ, അവൻ്റെ മുൻജന്മത്തിൽ അവൻ ചെയ്ത പ്രാരാബ്ദങ്ങൾ അവന് ആ പ്രകൃതി നിശ്ചയം അനുസരിച്ച് അവനിൽ വന്നു ചേർന്നത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിഹിത, അങ്ങത് അനുഭവിക്കാനായിട്ട് യേച്ഛ ഇങ്ങനെയുള്ള കുടുംബസ്ഥര് അച്യുത കഥാസുതാം, അച്യുതം ച്യുതിയില്ലാത്തത്, ഒരിക്കലും നശിക്കാത്ത, എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നശിക്കാത്ത ആ ഭഗവാന്റെ കഥയാകുന്ന സുധ അമൃതിനെ ഹിത്വ കേൾക്കില്ല, അതിനെ ഉപേക്ഷിച്ചിട്ട് അസദ്ഗാഥ ഈ ലൗകിക വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുണ്ടല്ലോ, ഇത് ശൃണ്വന്തി നിത്യവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ഉദാഹരണം പറയാണ്, വിഡ്ഭുജ എന്ന് പറഞ്ഞാൽ മലം തിന്നുന്ന ജീവികൾ, പന്നിയെ പോലെ. അവർ പുരീഷം എന്ന് വെച്ചാൽ ആ മലം ആണ് അവരുടെ ഭക്ഷണം, അതുകൊണ്ട് മലം അവർ ആസ്വദിച്ച് കഴിക്കുന്നു. ഇവ എന്ന പോലെയാണ് ഇത്. ഇപ്പോൾ പന്നികളുടെ ഭക്ഷണം മലമാവുമ്പോൾ, മലം അവർ ഏറ്റവും മോശമായൊരു വസ്തുവാണ് അത് അല്ലേ, അതിനെ അവർ എത്ര ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത്, അവർ അത് വളരെ ആസ്വദിച്ച് തിന്നുന്നത് പോലെ ഈശ്വരധർമ്മം, ഈശ്വര കഥകളും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഇങ്ങനത്തെയുള്ള കുടുംബസ്ഥരെ അവർ ഈ ലോക വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിത്യവും ഇങ്ങനെ പേപ്പർ വായിച്ചും യൂട്യൂബ് തുറന്നും ടി വിയിലെ ന്യൂസ് കേട്ടും, നമ്മളൊന്ന് ന്യൂസ് കേട്ട് നോക്കിയൊക്കെ ടി വിയിൽ എത്ര ചാനലുകളാണല്ലേ. ഈ ചാനലുകൾ ഓരോന്നും മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും? ന്യൂസ് പേപ്പറിൽ നോക്കിയാലോ കാണാം. ഈ ലൗകിക വിഷയങ്ങളെ എത്ര മോശമായ വിഷയങ്ങൾ,
പരസ്പരമുള്ള വഴക്കും പ്രശ്നങ്ങളും ഈഗോ ക്ലാഷുകളും അതിലപ്പുറം അക്രമങ്ങളും എന്തൊക്കെ ന്യൂസുകളാണ് ഈ ലോകത്തുനിന്ന് കേൾക്കുന്നത്. ഇതൊക്കെ കേൾക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിനെക്കുറിച്ച് ആലോചിക്കുക, ഇതിനൊക്കെ തൽപരരായിരിക്കും ഇങ്ങനത്തെ കുടുംബസ്ഥർ. പക്ഷേ ഒരു നിമിഷം പോലെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പോലും ഈശ്വര കഥ കേൾക്കണമെന്ന്, ആ ഈശ്വര ധർമ്മം എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഒരല്പം പോലും ഇവരുടെ ഉള്ളിലുണ്ടാവില്ല. ഇവർ ഈ ലൗകിക വിഷയങ്ങളെ കേട്ടിങ്ങനെ ആസ്വദിച്ച് ജീവിക്കും. മലം ആസ്വദിച്ച് കഴിക്കുന്ന ജീവികളെ പോലെയാണ്. അവരുടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണ പോലെ ഇവർക്ക് തൽപരമായ ഈ വിഷയങ്ങളെ ഇവർ വളരെ ആസ്വദിച്ചുകൊണ്ടാണ് കേട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്ത് ഒക്കെ സംസാരിക്കുക. നമ്മളിപ്പോൾ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ കാണാമല്ലേ, എവിടെയൊക്കെയോ അമേരിക്കയിലോ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായമാണ് പറയുന്നത് അല്ലേ. ഒരു 5-6 പേര് ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കാണാം. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഈ സ്വന്തം അഭിപ്രായം പറയണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അവർ മനസ്സിലിട്ട് മനനം ചെയ്യുന്നുണ്ട് അല്ലേ. മനനം ചെയ്യാണ്ട് നമുക്ക് വേറൊരാൾ പറഞ്ഞ അഭിപ്രായമല്ല. എല്ലാവരും ആ ഒരു സംഭവത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം പറയണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലിട്ട് മനനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് മനനം ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നൊരു അഭിപ്രായം, ഇന്നതാണ് ശരി, ഇന്നത് തെറ്റ്, ഇന്നവരുടെ ഭാഗം ശരി, ഇന്നത് തെറ്റെന്നൊരു അഭിപ്രായം നമ്മുടെ ഉള്ളിൽ വരും. അത് വരണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, മനനം ചെയ്യണം, എന്നാലാണ് അത് വരിക അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും മനനം ചെയ്യുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചാണെന്നുള്ളത് മനസ്സിലായില്ലേ. ഭഗവാനെക്കുറിച്ചോ ഭഗവത് കഥകളെക്കുറിച്ചോ ഒന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. ഈ ലൗകിക വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലിട്ട് ആലോചിച്ച് മനനം ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളെ പരസ്പരം പറഞ്ഞ് എതിരഭിപ്രായം പറയുന്നവനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കപില മഹർഷി എന്നേ പറഞ്ഞു വെച്ചു എന്ന് ആലോചിക്കണം കേട്ടോ. അന്നത്തെ യുഗത്തിൽ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സ്വയംഭുവ മനു ശതരൂപയുമായ അവരുടെ പുത്രി ദേവഹൂതിക്ക് അവരുടെ മകനായി പിറന്ന ഭഗവാൻ കപില വാസുദേവൻ അന്നേ പറഞ്ഞു കൊടുത്തു, ഈ ലോകം ഇങ്ങനെയൊക്കെ ഇനി വരാൻ പോവാ, ഗൃഹസ്ഥന്മാർ കുടുംബസ്ഥര് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. അങ്ങനെയുള്ളവർ ശ്ലോകം 20 ദക്ഷിണേന പഥ അര്യംണഃ പിതൃലോകം വ്രജന്തീത്തെ അനുപ്രജായന്തേ ശ്മശാന അന്ധക്രിയാകൃതഃ. ഇങ്ങനെയുള്ള കുടുംബസ്ഥരുണ്ടല്ലോ, അവര് പോകുമ്പോൾ അവരുടെ ശ്മശാന അന്ധക്രിയാകൃത, മരണം ശ്മശാനം വരെയുള്ള അവരുടെ അവിടെ നിന്ന് പിന്നെ ദഹിച്ചു പോവുമല്ലോ, ഭസ്മമായി പോകും. അപ്പം ശ്മശാനം വരെ ജനിച്ചിട്ട് ശ്മശാനത്തിൽ എത്തിക്കൊണ്ടുവന്ന് ഇടുന്നത് വരെയുള്ള അവരുടെ എല്ലാ അന്ധക്രിയാകൃത എല്ലാ കർമ്മങ്ങളും അവർ പൂർത്തീകരിച്ച് അവസാന സൂക്ഷ്മ ശരീരം ദക്ഷിണേന പഥ തെക്കുഭാഗത്തേക്ക് പോയിട്ട് അര്യംണഃ, അതായത് സൂര്യലോകത്തിൻ്റെ തെക്കു സൈഡിൽ കൂടെ, അതാണ് അര്യംണഃ, സൂര്യലോകത്തിൻ്റെ തെക്കുഭാഗത്തു കൂടെ പോയിട്ട് പിതൃലോകം വ്രജന്തീതേ, പിതൃലോകത്തെയാണ് അവർ പ്രാപിക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് ആ പിതൃലോകത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം അവരുടെ പ്രജ എന്ന് വെച്ചാലുണ്ടല്ലോ, ഈ പോയവരുടെ ഇവർ ഏതു കുടുംബത്തിലാണോ തൊട്ട് മുന്നേ ജീവിച്ചിരുന്നത്, സ്ഥൂല ശരീരത്തിലിരിക്കുമ്പോൾ ഏതു കുടുംബാന്തരീക്ഷത്തിലാണോ ജീവിച്ചത് ആ കുടുംബത്തിലേക്ക് അനുപ്രജായന്തേ, വീണ്ടും അതിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുന്നത് എന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പിതൃക്കളെയാണ് പൂജിക്കുന്നത്, പിതൃക്കളെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, സാധാരണ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ തെക്കോട്ടെടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം അവർ ആ സൂക്ഷ്മ ശരീരം സൂര്യലോകത്തിൻ്റെ തെക്ക് ഭാഗത്തു കൂടെയാണ് അത്രേ പോകുന്നത്. ആ പാതയിലൂടെ പോയാൽ പിതൃലോകത്തേക്കാണ് എത്താൻ പറ്റുക. കാരണം അവർ പിതൃക്കളെയാണ് ആരാധിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, പിതൃക്കളെ സുഖമായിട്ട് ജീവിക്കാൻ, എല്ലാവരും നല്ല സന്തോഷമായിട്ടും ആരോഗ്യത്തോടൊക്കെ ഇരിക്കാൻ, അനുഗ്രഹങ്ങൾ കിട്ടാൻ പിതൃക്കളെയാണ് ആരാധിച്ചത്. അപ്പോൾ അവർ പിതൃലോകത്തേക്ക് തെക്ക് ഭാഗത്തു കൂടെ പിതൃലോകത്ത് എത്തിയിട്ട് അവിടെ ജീവിച്ചതിന് ശേഷം പിന്നെ വന്ന് പുനർജനിച്ച് വരുന്നത്, പിന്നീട് അവരുടെ എല്ലാ ഇതും കഴിഞ്ഞ് അവർ വീണ്ടും തിരിച്ചു വരുമ്പോൾ അതേ കുടുംബത്തിൽ തന്നെ പേരക്കുട്ടിയായിട്ടോ ആരായിരുന്നു അവരുടെ മകന് അതിൻ്റെ മകനൊക്കെ ആയിട്ട് ആരെങ്കിലും ആയിട്ട് ആ കുടുംബത്തിൽ തന്നെ വന്ന് പിറക്കുന്നു.
കാരണം പിതൃക്കളായിട്ടാണ് കണക്ഷൻ കിടക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പിതൃക്കളായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് അതേ കുടുംബത്തിലേക്ക് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ സഹോദരിമാരുടെ മക്കളോ അല്ലെങ്കിൽ ആ മകൻ്റെ മകനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ സൂക്ഷ്മ ശരീരം ആ കുടുംബത്തിൽ തന്നെയാണ് വീണ്ടും വന്ന് ജനിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കുടുംബസ്ഥനായി മാത്രം മോക്ഷമറിയാതെ ഈശ്വരധർമ്മം അറിയാതെ ജീവിച്ച് ഇതേപോലെ തന്നെ ആ ആവർത്തന പട്ടികയിൽ പെട്ട് വന്നും പോയും ഇരിക്കുന്നു. അതാണ് അവർക്ക് സംഭവിക്കുന്നത്. ഇനി ശ്ലോകം 21. തതഃ തേ ക്ഷീണസുഹൃത പുനലോകം ഇമം സതി പതന്തി വിവശാദേവൈ സദ്യഃ വിഭ്രംശിത ഉദയഃ. അതാണ് പറയുന്നത്. തതഃ അങ്ങനെ പിതൃലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ. പിതൃലോകത്തേക്ക് പോയിട്ട് തേ അവർ ക്ഷീണസുഹൃത അവരുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ, കാരണം അവർ ഭൂമിയിലിരുന്ന് ധാർമ്മികമായിട്ട് ജീവിച്ചവരാ, അധാർമികമല്ല. അപ്പോൾ ധാർമ്മികമായിട്ട് പണം സമ്പാദിച്ച് സുഖങ്ങളെയൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചും നല്ല രീതിയിലും നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരായതുകൊണ്ട് അവർ പിതൃലോകത്തേക്ക് പോകുന്നത്, ഇല്ലെങ്കിൽ നരകത്തിലേക്കാണ് പോവുക. അപ്പോൾ ആ സൂര്യലോകത്തിൻ്റെ തെക്ക് സൈഡിൽ കൂടെ പിതൃലോകത്തെത്തി അവിടെ പുണ്യം ഇവർ ചെയ്ത സത്കർമ്മങ്ങളുടെ പുണ്യം സുഖങ്ങളൊക്കെ ആ പിതൃദേവന്മാരോടൊപ്പം ഇരുന്ന് അനുഭവിച്ച് ആ ക്ഷീണസുഹൃത ആ സുഹൃതം ക്ഷയിക്കുമ്പോൾ പുണ്യം ക്ഷയിക്കുമ്പോൾ പുനഃ വീണ്ടും ഇമം ലോകം ഈ ലോകത്ത് തന്നെ സതി എന്ന് വിളിക്കുന്നത് ഇവിടെ കപില മഹർഷി അമ്മയെ വിളിക്കുകയാണ്. അല്ലയോ ശ്രേഷ്ഠയായ മാതാവേ, ആ കുടുംബസ്ഥരെ അങ്ങനെ പിതൃലോകത്ത് പോയി അവരുടെ കർമ്മങ്ങളുടെ സത്കർമ്മങ്ങളുടെ പുണ്യമൊക്കെ അനുഭവിച്ച് ആ പുണ്യമൊക്കെ അനുഭവിച്ചു തീരുമ്പോൾ അവർ വീണ്ടും ഈ ലോകത്തേക്ക് തന്നെ പതന്തി വന്നു പതിക്കുന്നു, ഭൂമിയിൽ തന്നെ വന്നു പതിക്കുന്നു എന്ന്. വിവശ നിസ്സഹായരായിട്ട് നിന്ന് എങ്ങനെയാണ് സദ്യ ഉടനെ തന്നെ. ഇനി ആ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ദേവന്മാരാൽ വിഭ്രംശിത ഉദയ. വിഭ്രംശിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭൂമിയിൽ വന്ന് പിറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ഏത് കുടുംബത്തിൽ ആരുടെ പുത്രനായിട്ടോ പുത്രിയായിട്ടോ പിറക്കണം, ഏതൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ അവൻ ജീവിക്കണം, എന്തൊക്കെ അനുഭവിക്കണം, അവൻ്റെ മുൻജന്മ പ്രാരാബ്ദങ്ങളിൽ പുണ്യം പിതൃലോകത്ത് വെച്ച് തീർന്നു. ഇനി അവൻ ചെയ്ത ഈ ഞാൻ എന്ന അഹങ്കാരത്തിലിരുന്നുകൊണ്ടാണല്ലോ ജീവിച്ചത്. അപ്പോൾ ആ ജീവിച്ചപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തിച്ചതും പ്രവർത്തിച്ചതിൻ്റെയൊക്കെ പ്രാരാബ്ദങ്ങളും തീരണ്ടേ? ആ പ്രാരാബ്ദങ്ങൾ തീർന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഈ ദേവന്മാരാണ്, അതാണ് ദേവൈഹി എന്ന് പറയുന്നത്. ദേവന്മാർ, പിതൃലോകത്തിലെ ദേവന്മാരാണ് അവരുടെ പ്രാരാബ്ദ പട്ടിക നോക്കുക. അതിലെന്തൊക്കെ ഇനി അനുഭവിക്കണം എന്ന് കണക്ക് കൂട്ടി അതാണ് വിഭ്രംശിത ഉദയ. അടുത്ത ജന്മത്തിലേക്ക് വന്ന് പതിക്കാൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയൊക്കെ ഇവൻ ജനിച്ച് ജീവിച്ച് മരിക്കണം എന്നുള്ളത് അവിടെ നിന്നേ നിശ്ചയിക്കപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിസ്സഹായരായിട്ട് ഇവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് പറയുന്നത്. വിഭ്രംശിത ഉദയ, പുതിയ ജന്മത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ ജന്മം ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് എന്തൊക്കെ അനുഭവിക്കണോ അതൊക്കെ അന്നേ തീരുമാനിക്കപ്പെട്ടതാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ജനിച്ച് ഇന്നതൊക്കെ അനുഭവിച്ച് ജീവിച്ച് ഇന്ന രീതിയിൽ പോകണം എന്നുള്ളത് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നതിൻ്റെ കാരണം ഇതാണ്. ആ പ്രാരാബ്ധ കണക്ക് നോക്കി ആ ദേവന്മാർ കറക്റ്റായിട്ട് കൊടുക്കും. എന്നിട്ട് ഇന്ന സ്ഥലത്ത് അപ്പോൾ ആ സൂക്ഷ്മ ശരീരം നിസ്സഹായനായിട്ട് നോക്കിക്കാണെന്ന്. കാരണം സൂക്ഷ്മ ശരീരത്തിലിരിക്കുമ്പോൾ അറിയാം ഇതല്ല എൻ്റെ ജന്മലക്ഷ്യം. ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിനറിയാം ഞാൻ ഇനി ഭൂമിയിൽ അടുത്ത സ്ഥൂല ശരീരത്തിൽ ചെന്നാൽ എന്തൊക്കെ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കണം എന്ന് ശരിക്കറിയാം. അങ്ങനെ അറിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അല്ലേ? കാരണം ഭൂമിയിൽ ജീവിച്ചപ്പോൾ മോക്ഷത്തിനായി ആഗ്രഹിച്ചില്ല. ആ ഈശ്വര കഥാശ്രവണം പോലും ശ്രദ്ധിച്ചില്ല, അതിനോട് പോലും വിമുഖത കാണിച്ച് ജീവിച്ചു. അപ്പോൾ ഇനി ഈ ദേവന്മാരാൽ ഈ വിധിക്കപ്പെട്ട് തരുന്നതൊക്കെ അനുഭവിച്ചേ പറ്റൂ. അപ്പം നിസ്സഹായനായി അതൊക്കെ നോക്കി നിന്നിട്ട് ഭൂമിയിൽ വന്ന് വീണ്ടും പതിക്കുന്നു, പുതിയ ഒരു ജന്മം എടുത്ത് വരുന്നു. അങ്ങനെയാണ് ഈ കുടുംബസ്ഥരുടെ ജീവിതം. അപ്പോൾ അതാണ് ഈ വന്നും പോയി ഇരിക്കുമ്പോൾ ഭൂമിയിലെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായിട്ട് വരുന്നതിൻ്റെ കാരണം സത്യമായിട്ട് ധാർമ്മികമായിട്ടാണ് ജീവിച്ചതെങ്കിലും മനുഷ്യധർമ്മം മാത്രമേ അറിഞ്ഞുള്ളൂ, ഈശ്വരധർമ്മം എന്താണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പിതൃലോകവും ചന്ദ്രലോകവും ഒക്കെ പോയി പുണ്യം തീരുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും അതേപോലെയുള്ള സുഖദുഃഖം സമ്മിശ്രമായ ജീവിതത്തെ അനുഭവിച്ച് വീണ്ടും പോകും, വീണ്ടും വരും. ഈ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുന്നേറ്റവും മുന്നേ ആ സൂക്ഷ്മ ശരീരം അറിയുന്നുണ്ട്, ദൈവമേ ഞാൻ ഇതൊക്കെ ഇനി അനുഭവിക്കണ്ടേ ഈ ഭൂമിയിൽ പോയിട്ടെന്ന്. പക്ഷെ നിവർത്തിയില്ല, ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞത് ആ മറന്നു. സൂക്ഷ്മ ശരീരം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നോക്കി നോക്കിയേ,
ഈ കാണുന്ന ശരീരമല്ലാണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു സൂക്ഷ്മ ശരീരം നമുക്കുണ്ടെന്ന് ആര് വിശ്വസിക്കുന്നു? പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനകത്ത് ആ പ്രകൃതിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്ന ചക്രകളുണ്ട്. അതാണ് ഈ ശരീരത്തിലെ അവയവങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്നത് എന്ന് ആര് വിശ്വസിക്കുന്നു? ആരും വിശ്വസിക്കുന്നില്ല, അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നേരില്ല. തൊട്ട് മുന്നേ പറഞ്ഞ മാതിരി അസത്തായിട്ടുള്ള ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ചിന്തിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് നടക്കാനേ മനുഷ്യന് സമയമുള്ളൂ. അതാണ് പറഞ്ഞ മനുഷ്യധർമ്മേ അറിയോ, ഈശ്വരധർമ്മം അറിയില്ല എന്ന്. ഇനി ശ്ലോകം 22. ഇത്രയും പറഞ്ഞിട്ട് കപില മഹർഷി അമ്മയോട് പറയാണ്, അതുകൊണ്ട് അമ്മ ഈ ലോക വിഷയങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ട. അമ്മ ഈശ്വരധർമ്മം എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ചാൽ മതി. അതാണ് പറയുന്നത്, തസ്മാത് ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ടിനം തദ്ഗുണാശ്രയയാ ഭക്ത്യ ഭജനീയ പദാംബുജം. തസ്മാത് അതുകൊണ്ട്, ത്വം അമ്മേ അവിടുന്ന്, സർവഭാവേന നിഷ്കളങ്കം, അമ്മയുടെ പൂർണ്ണമായ മനസ്സോടെ നിഷ്കളങ്കമായ ഭക്തിയോടെ ഭജസ്വ സ്മരിക്കുക, ആരാധിക്കുക, സമർപ്പിക്കുക. ആരെ? പരമേഷ്ടിനം. ആ പരമേഷ്ടിനം എന്ന് വെച്ചാൽ നമുക്ക് ആ പരമമായ ശക്തിയെ, അതാണ് പരമേഷ്ടിനം, കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്ന ആ പരമശക്തിയെ. തത് ഗുണ ആശ്രയ, ആ ശക്തിയുടെ ഗുണകഥകൾ ഇങ്ങനെ കേട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഭക്തിയ, ആ ഭക്തിയോടെ, നിഷ്കളങ്കമായ ഭക്തിയോടെ, ഭജനീയ പദാംബുജം, ഭജിക്കാൻ അർഹതപ്പെട്ട, ആരാധിക്കാൻ അർഹതപ്പെട്ട പാതാരവിന്ദങ്ങളോട് കൂടിയ, എന്താ പറയുക, ആരാധിക്കാൻ, കേട്ടുകൊണ്ട് ആ പാതാരവിന്ദങ്ങളോട് കൂടിയ ആ ഭഗവാന്റെ ഗുണകഥകളുടെ ശ്രവണം കൊണ്ട് മനസ്സിൽ വളർന്നു വരുന്നൊരു നിഷ്കളങ്കമായ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിയോടെ കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകിയ ആ പരമേഷ്ടിനം, ആ പരമമായ ശക്തിയെ ഒരു ഞാനെന്ന അഹങ്കാരവുമില്ലാതെ, ഒന്നും കാമിക്കാതെ, സർവമൂമായ ഭാവേന, പൂർണ്ണ മനസ്സോടെ അമ്മ ആരാധിക്കൂ എന്ന്. അപ്പം മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട അമ്മേ, അമ്മ അഷ്ടാംഗയോഗ പരിശീലനമോ അമ്മ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വഴികളോ ഒന്നും പോണ്ട, അമ്മ ഇത്രയും ചെയ്താൽ മതി, ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇതാണ് ഈശ്വരധർമ്മം എന്ന് പറയുന്നത്. ആരാണോ എനിക്ക് ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്നത്, ആ ശക്തി എന്ന ഈശ്വരനെ, ആ ശക്തി തന്നെ പല പല ശരീരരൂപത്തിൽ അവതരിച്ച് ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന ആ കഥകളെ കേട്ട് അതിൽ നിന്നുണ്ടാകുന്നൊരു നിഷ്കളങ്കമായ ഭക്തിയോടെ ആ ശക്തിയുടെ തൃപ്പാദങ്ങളെ പൂജിച്ച് ആരാധിച്ച് ഈ അഹങ്കാരമില്ലാതെ സദാ സ്മരിച്ച് ജീവിക്കുക. ഇതാണ് ഈശ്വരധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം നമ്മൾ ചെറുപ്പത്തിൽ, നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത പ്രായത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ച് നടന്നിരുന്നതാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ അന്ന് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ എവിടെ അവർ കൊണ്ടുപോവുകയാണെങ്കിലും എവിടേക്കാണ് പോണത്, ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ അവിടെ എത്തുമോ, എങ്ങനെയാണ് പോണത്, ഇതൊന്നും ഒരു കുഞ്ഞു കുട്ടി അച്ഛനോട് ചോദിക്കില്ലല്ലോ. ഒരു 3 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ കുട്ടി എവിടേക്കാണ് പോണ്, എങ്ങനെയാണ് പോണ്, നമ്മൾ കൃത്യസമയത്ത് അവിടെ എത്തുമോ, പോകുന്ന വഴി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതൊന്നും അന്വേഷിക്കില്ലല്ലോ, ഒന്നും അന്വേഷിക്കില്ല. നല്ല ഉടുപ്പിട്ട് ഓടിപ്പോയി കാറിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ കയറി അച്ഛൻ്റെ അമ്മേരും മടിയിലിരിക്കും, അത്രേ അറിയുള്ളൂ. എന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നതും കാണാം. ഒന്നും അറിയില്ല, ഒരു ടെൻഷനും ഇല്ല. എന്തുകൊണ്ടാണ് കാരണം? പൂർണ്ണമായ വിശ്വാസം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് പോകുന്നത്, അവരെന്നെ സുരക്ഷിതമായി എത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ആ മനസ്സിൽ, കുഞ്ഞു മനസ്സിൽ, നിഷ്കളങ്കമായ മനസ്സിൽ നമുക്കുണ്ടായിരുന്നു. വലുതായപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എവിടേക്കാണ് പോണ്, ഇപ്പം എന്തിനാ പോകേണ്ട ആവശ്യം, അതിങ്ങനെയല്ലേ പോകേണ്ടത്, ആ വഴിക്കല്ലല്ലോ. അപ്പം നമ്മളുടേതായ ഈഗോ വന്നപ്പോൾ നമുക്ക് ആ വിശ്വാസം, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയാൽ ഇത്രയ്ക്ക് സുരക്ഷിതമായ രീതിയിൽ എനിക്ക് എത്തില്ല, അവിടെ എൻ്റെ അഭിപ്രായങ്ങൾ എടുക്കണം എന്നുള്ള ഈഗോ വന്നപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി, അവകാശങ്ങളെ ചോദിച്ചു തുടങ്ങി, എല്ലാം ചെയ്യാൻ തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അച്ഛനമ്മമാരോട് കാണിച്ച ഒരു ആശ്രയത്വം ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ ഞാൻ സുരക്ഷിതമാണ്, അവരാണ് എന്നെ നയിക്കുന്നത് എന്ന ഒരു ആശ്രയത്വം. ആ ആശ്രയത്വം എത്ര വലുതായാലും, സാക്ഷാൽ നമ്മളെ കൈപിടിച്ച് നമുക്ക് ഈ ഒരു ശരീരം തന്ന മായ, അതിന് ശരീരത്തെ മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രകൃതി എന്ന ശക്തി അമ്മ, ആ അമ്മയിൽ പൂർണ്ണമായ സ്മരണയോടെ ആശ്രയത്വത്തോടെ ശരണാഗതി അടഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഈശ്വരധർമ്മം, ഭഗവത് ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതം നയിച്ചോളൂ. സുഖമായി ഈ ഭൂമിയിൽ എല്ലാ
വിഷയങ്ങളെയും നിങ്ങൾ അനുഭവിച്ച് ജീവിച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഈശ്വരധർമ്മം അനുസരിച്ച് അമ്മ ജീവിക്കണേ എന്ന് കപില മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ശ്ലോകം 23, വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. എന്താ പറയണേന്നാ, അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കമായ ഭക്തിയിൽ ആ ഒരു ശക്തി ഭഗവാനിലുള്ള സ്മരണയോടുകൂടി കർമ്മം ചെയ്ത് ജീവിച്ചാൽ മാത്രം മതിയെന്ന്. വേറെ വൈരാഗ്യം, ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം ഇതൊന്നും നേടാൻ എവിടേക്ക് ഓടിപ്പോണ്ടാന്ന്, ഇങ്ങനെ ജീവിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. വാസുദേവ ഭഗവതി, ആ ഭഗവാൻ വാസുദേവനിൽ പ്രയോജിത, ലയിച്ചു ചേരുക, യോജിക്കുക. അതിനായിട്ട് ഭക്തിയോഗ, ആ ഒരു ഭക്തിയോഗത്തെ മാത്രം നമുക്കുണ്ടായാൽ മതിയെന്ന്. ഭഗവാനിലേക്ക് ലയിച്ചു ചേരാനായിട്ടുള്ള ആ ഒരു ഭക്തി ഉണ്ടല്ലോ, അത് മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ജനയിതി എന്ന് വെച്ചാൽ ഉത്ഭവിക്കുക, ഉണ്ടായാൽ മതി. അപ്പോൾ തന്നെ ആശു, അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മാത്രം അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ ആശു, വളരെ പെട്ടെന്ന് തന്നെ വൈരാഗ്യവും, അതായത് ഈ ഭൗതിക ലോകത്തു നിന്നുള്ള ഒരു മതിയാവൽ അല്ലെങ്കിൽ ഒരു വിരക്തി, പിന്നെ ജ്ഞാനം, എന്താണ് ഈശ്വരൻ, ഞാൻ ആരാണ്, അപ്പോൾ ഈ ശക്തി, എനിക്ക് ഈ ഭൗതിക ശരീരം എന്താണ്, അപ്പോൾ ഇതിനുള്ള ശക്തി എവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള ജ്ഞാനം. യത് ബ്രഹ്മദർശനം, ബ്രഹ്മദർശനം എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം. അത് എന്തിൽ നിന്നാണോ കിട്ടുന്നത് അതാണ് യത്. ആത്മസാക്ഷാത്കാരം എന്തിൽ നിന്നാണോ കിട്ടുന്നത് അതിനുള്ള ആ വൈരാഗ്യവും ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തനിയെ ഉണ്ടായിക്കോളുന്നു. അത് പഠിക്കാനായിട്ടോ അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാനോ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഒരു കാര്യം മാത്രം സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി, ആ ഒരു സമർപ്പിതമായ ഭക്തി, സ്മരണയോടുകൂടിയുള്ള ആ നിഷ്കളങ്കമായ ഭക്തി, എന്നെ ചലിപ്പിക്കുന്ന ശക്തിയെ സ്മരിച്ചുകൊണ്ടുള്ള ഭക്തി. ഈ ഒരു ഭക്തി മാത്രം ഉണ്ടായാൽ മതി. ആ ഭഗവാനിലുള്ള ആ ഒരു ഭക്തി മാത്രം സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ബാക്കി വരുന്ന ആത്മസാക്ഷാത്കാരത്തിന് കാരണമാകുന്ന ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ, ഒരുവൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊള്ളും. അത് സമയമാവുമ്പോൾ തനിയെ പ്രകാശിക്കും. അതിലേക്കായിട്ട് പോകേണ്ട, അതിൻ്റെ പിന്നാലെ അതിനെ തേടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. ആ ഭക്തി ഉണ്ടാവാനാണ് ഭഗവത് കഥ, നിത്യവുമുള്ള ഭഗവത് കഥാ ശ്രവണം അതിന് നമ്മെ സഹായിക്കും. അപ്പം അതിങ്ങനെ കേട്ട് 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 മനസ്സ് ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയാണല്ലോ, അപ്പം ശബ്ദം കൊണ്ട് കേൾക്കുന്നതിൽ മനസ്സങ്ങോട്ട് ഉറയ്ക്കും. അങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ പതുക്കെ പതുക്കെ ഈശ്വരധർമ്മമാകുന്ന ആ കർമ്മം ചെയ്യാൻ ശക്തി നൽകുന്ന ആ ഭഗവാനിൽ ഉറച്ച മനസ്സ്, സ്മരണയോടുകൂടി കർമ്മം ചെയ്ത് അങ്ങനെ വരുമ്പോൾ ശുദ്ധമാവാണ് മനസ്സേ. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വൈരാഗ്യവും കാമവും ക്രോധവും ദേഷ്യവും ഒക്കെ പോയിട്ട് മനസ്സ് നിർമ്മലമാവാൻ തുടങ്ങും, പരിശുദ്ധമാവാൻ തുടങ്ങും, കനം കുറയാൻ തുടങ്ങും മനസ്സിൻ്റെ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രം മതി. തെളിഞ്ഞ ജലാശയത്തിൽ നമുക്ക് നമ്മളെ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ കഴിയുന്ന പോലെ മനസ്സങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി ജ്ഞാനവും വൈരാഗ്യവും താനെ തെളിഞ്ഞോളും. ആ ഒരു വിരക്തിയും ജ്ഞാനവും ഒക്കെ തനിയെ വന്നോളും. അതിനായി ശ്രമിക്കേണ്ടതില്ല. ഇത് മാത്രം, ഈ ഭക്തിക്കായി മാത്രം ശ്രമിച്ചാൽ മതി. ശ്ലോകം 24, 25 ഒരുമിച്ച്. യഥാ അസ്യ ചിത്തം അർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിഭിഹി ന വിഗൃഹ്ണാതി വൈഷമ്യം പ്രിയം അപ്രിയം ഇതി ഉദഃ. 25 സ തഥാ ഏവ ആത്മനാ ആത്മാനം നിസംഗം സമദർശനം ഹേയ ഉപാദേയരഹിതം ആരൂഢം പദം ഈക്ഷതേ. എന്നിട്ട് പറയാണ് കേട്ടാ, യഥാ എപ്പോഴാണോ ഒരു ഭക്തൻ അസ്യ ചിത്തം, അവൻ്റെ മനസ്സ്, യഥാന്ന് വെച്ചാൽ എപ്പോഴാണോ, അസ്യ ചിത്തം, അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ ഒരു നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാക്കിയ ഒരു ഭക്തൻ്റെ മനസ്സ് അർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിബി, ഇന്ദ്രിയവൃത്തിബി എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മം, കർമ്മത്തിലൂടെ അർത്ഥേഷു അതിൻ്റെ വിഷയങ്ങളെ സ്വീകരിക്കുക. അതായത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ ഇന്ദ്രിയങ്ങളുടെ പണി എന്താ, അതിൻ്റെ വിഷയങ്ങളെ, ശബ്ദത്തെ, കാഴ്ചയെ, ഗന്ധത്തെ, രുചിയെ, സ്പർശത്തെയൊക്കെ സ്വീകരിക്കുക. അങ്ങനെ ഇതിനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഇതിൽ പ്രിയം, എനിക്കിഷ്ടപ്പെട്ടത്, അപ്രിയം, എനിക്ക് ഇഷ്ടമില്ലാത്തത്, ഇതി ഉദഹ, ഇപ്രകാരമുള്ള വൈഷമ്യം, വ്യത്യാസത്തെ ന വിഗൃഹ്ണാതി, ഗ്രഹിക്കുന്നില്ല എന്നു.
അങ്ങനെ ആ ഒരു നിഷ്കളങ്കമായ ഭക്തിയോട് കൂടിയിട്ട് എല്ലാം ആ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന, സ്മരണയോടുകൂടി ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സിൽ അവൻ്റെ ഇന്ദ്രിയങ്ങളും സാധാരണക്കാരൻ്റെ ഒരു ലൗകികൻ്റെ ഇന്ദ്രിയങ്ങളെ പോലെ തന്നെ വിഷയങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ കാഴ്ചയും ലോകര് കാണുന്ന പോലെ എല്ലാ കാഴ്ചയും കാണുന്നു, കേൾക്കുന്നു, എല്ലാ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ ഇന്നതൊക്കെ എനിക്കിഷ്ടമുള്ളത്, ഇന്നതൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്നൊരു വേർതിരിവ് അവനില്ല എന്നാണ്. അതിന് കാരണം എന്തായിരിക്കും? ഈ ലോകത്ത് കാണുന്ന എല്ലാം മായയാണ്, പ്രകൃതിയുടെ മായാശക്തിയാണ്. ഇതിനെയൊക്കെ ചലിപ്പിക്കുന്നത് ആ പ്രകൃതി എന്ന ശക്തിയാണ്. ഇതിനെയൊക്കെ ചേതസുറ്റതാക്കുന്നത് അതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മസ്വരൂപമാണ്. സ്വരൂപം ഇച്ഛിക്കുന്നു, പ്രകൃതി അതിനനുസരിച്ച് ചലിക്കുന്നു, അതനുസരിച്ച് ഈ മായാപ്രപഞ്ചം ഉണ്ടായി. ഇവിടെ എന്താണ് വ്യത്യാസം? അപ്പം നമ്മൾ തൊട്ട് മുന്നേ ഒരു അധ്യായത്തിൽ പറഞ്ഞു, ഇവിടെ കാണുന്ന എല്ലാ ശരീരങ്ങളും മായയിൽ നിന്നുണ്ടായത്. എല്ലാത്തിനും ചലിക്കാനുള്ള ശക്തി നൽകിയത് പ്രകൃതി എന്ന ശക്തി. എല്ലാത്തിൻ്റെയും ഉള്ളിൽ ജീവാത്മാവായിരിക്കുന്നത് ഒരേ ഒരു പരമാത്മാവ്. എല്ലാത്തിനും ചലിക്കാനുള്ള ശക്തി നൽകുന്നത് ഒരേ ഒരു പ്രകൃതി ശക്തി. എല്ലാ ഭൗതിക ശരീരങ്ങളും ഒരേ ഒരു മായയിൽ നിന്നുണ്ടായത്. അപ്പോൾ എന്താ വ്യത്യാസം? അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ആളുകളെയാണെങ്കിലും വസ്തുക്കളെയാണെങ്കിലും സ്ഥലങ്ങളെയാണെങ്കിലും സമയത്തെയാണെങ്കിലും, നല്ല കാലം ചീത്തകാലം, എനിക്കിഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെടാത്തത് എന്നിങ്ങനെയുള്ള വേർതിരിവ് അവർക്ക് ഇല്ല എന്ന്. എന്നിട്ട് പറയാണ് സഹ, അങ്ങനെയുള്ള ഭക്തൻ തഥായേവ, അപ്പോൾ തന്നെ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയിലെത്തിയാൽ അപ്പോൾ തന്നെ നിസംഗം, സംഘമില്ല എന്നാണ്, അറ്റാച്ച്മെൻ്റ് ഇല്ല, ആസക്തിയില്ല ഒന്നിനോടും. എന്നിട്ട് ഹേയ ഉപദേയ, ഹേയം എന്ന് വെച്ചാൽ എന്താ? തള്ളിക്കളയുന്നത്, വേണ്ടാത്തത്, എനിക്ക് വേണ്ടാത്തത്, ഉപദേയം എനിക്ക് സ്വീകരിക്കേണ്ടത്, എനിക്ക് വേണ്ടത് എന്ന വ്യത്യാസം രഹിതം. രഹിതം എന്ന് വെച്ചാൽ ഇല്ലാത്തത് എന്നിങ്ങനെ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടാത്തത് എന്ന വ്യത്യാസമില്ലാതെ ആരൂഢം പദം, ആ പരമമായ പദത്തിൽ ആത്മനഃ ആത്മാനം, ആത്മനോ ആത്മാനം എന്ന് വെച്ചാൽ അവൻ്റെ ആത്മനോ, ആ ജീവാത്മാവിനെ ആത്മാനം അവൻ്റെ മനസ്സുകൊണ്ട് ഈക്ഷതേ, ഞാൻ ആത്മാവാണ് എന്ന് അവൻ കാണുന്നു. ഈക്ഷതയെന്ന് വെച്ചാൽ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ അമ്മയോട് പറഞ്ഞില്ലേ, ആ നിഷ്കളങ്കമായ ഭക്തിയെ മാത്രം ഉണ്ടാക്കിയാൽ മതി അമ്മേ, ജ്ഞാനവും വൈരാഗ്യവും തനിയെ ഉള്ളിൽ ജനിച്ചോളും. ആ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് എന്ത് കണ്ടാലും കേട്ടാലും ഇതിലൊക്കെ എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത് എന്ന വേർതിരിവ് അവൻ വെക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്നിനോടും ഓവറായിട്ടുള്ള മമത, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. മാത്രമല്ല സമദർശനം, എനിക്ക് സ്വീകരിക്കേണ്ടത് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടാത്തത് എന്ന വ്യത്യാസമില്ലാതെ അത് എല്ലാത്തിനും ഒരുപോലെ കണ്ട്, സമദർശനം എന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് അവൻ്റെ മനസ്സ് ആ അവസ്ഥയിൽ എത്തുമ്പോൾ അവൻ സ്വയം അറിയുന്നു, അനുഭവിച്ചറിയുന്നു, കാണുന്നു, ഞാൻ ആത്മാവാണ് എന്ന് അവൻ കാണുന്നു. ആ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ അവനൊരു സമദർശിയായിരിക്കണം. അപ്പോൾ നമ്മൾ പറയില്ലേ പൊതുവെ, നല്ല സമയം ചീത്ത സമയം, നല്ല സമയം നോക്കുക, മോശ സമയത്ത് ചെയ്യില്ല ഒരു കാര്യവും, നല്ല സമയത്ത് ചെയ്യൂ, നല്ല ദിവസം ചീത്ത ദിവസം, അല്ലേ? നല്ല എന്താ പറയുക, എല്ലാത്തിനും നമുക്ക് വേർതിരിവുകളാണ്, ദ്വൈതങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ഈ സമയത്തിനും കാലത്തിനും ദിവസത്തിനും ഒക്കെ അപ്പുറത്ത് അതീതനായിട്ട് ജീവിക്കുന്ന ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൽ നല്ലതും ചീത്തയായിട്ട് ഇരിക്കണേന്നൊന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. അപ്പോൾ ഇവിടെ എന്തിനാണ് വേർതിരിവ്? ഇപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്ന ആദ്യത്തെ അസുരന്മാർ വരെ എവിടെന്നാ വന്നേ? പെട്ടെന്ന് ഭൂമിയിൽ പൊന്തി വന്നതാണോ? അല്ല, അവരുടെ ബീജം ഏതായിരുന്നു? ഭഗവാന്റെ പാർഷദന്മാരാണ്, അല്ലേ? അപ്പോൾ അവർ ജയവിജയന്മാരായിരുന്നു, അവരായി ജനിച്ചത്. പിന്നെ അവരിലൂടെയാണ് അസുരന്മാരുണ്ടായതെന്ന് പറയുമ്പോൾ അവർ തന്നെ എവിടെ നിന്നാണ് വന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ദിവസങ്ങളും സമയങ്ങളും കാലങ്ങളും നേരങ്ങളും എന്താ പറയുക, ആളുകളും വസ്തുക്കളും, ഇതിൽ നല്ലത് ചീത്ത എന്ന വേർതിരിവ് ഒരു സമദർശിയായ ഒരുവൻ്റെ ഉള്ളിലില്ല. സകലതും
എല്ലാ ഭൗതിക ശരീരവും മായയും, ഒരേ മായ, എല്ലാ ഭൗതിക ശരീരത്തെയും ചലിപ്പിക്കുന്ന ശക്തി ഒന്ന്, എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും ഒന്ന്. അപ്പോൾ പിന്നെ എന്താണ് വേർതിരിവ് എന്ന ഒരു ഭാവത്തോടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയാണ് ആ ഒരു ഭഗവത് ഭക്തി, ഭഗവത് ധർമ്മം എന്തെന്നറിയണം, ഭഗവാന്റെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അതിന് നിഷ്കളങ്കമായ ഭക്തിയെ ഉണ്ടാക്കാൻ, ഈശ്വരനെ അറിയാനാണ് ഭാഗവതം കേൾക്കാൻ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഈശ്വരനെ അറിയാനും ഈശ്വരധർമ്മവും അറിഞ്ഞ് ജീവിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനോ, അല്ലാണ്ട് ഈശ്വരനെ കുറേ നമ്മൾ പൂവിട്ട് പൂജിക്കാനോ ആരാധിക്കാനും വേണ്ടിയല്ല. അത് കേട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നും ഈഗോ പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് എനിക്ക് മനുഷ്യധർമ്മം മാത്രമല്ല ഈശ്വരധർമ്മത്തിലൂടെയും എനിക്ക് ജീവിക്കണം എന്ന്. കാരണം ഞാൻ അറിയുന്നു ഈ ജനന മരണ കണക്ക് എത്ര ദുസ്സഹമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ ഈശ്വരധർമ്മത്തെയും അറിഞ്ഞ് എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കണം, അറിയണം, ഇതെല്ലാം കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവൻ സമദർശിയാവുന്നു. അപ്പോൾ അവന് വേറെ അറ്റാച്ച്മെൻറ്റ്, മമത ഉണ്ടാവില്ല ഒന്നിനോടും. എന്നിട്ട് അവൻ എല്ലാത്തിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാത്തിലിരിക്കുന്ന ആത്മാവിനെ, പ്രകൃതി എന്ന ശക്തിയെ, പുരുഷനെയും പ്രകൃതിയെയും മായയെയും അറിഞ്ഞ് അവൻ ഈ ലോകത്ത് ജീവിക്കുമ്പോണ്ടല്ലോ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യും. പക്ഷെ അവൻ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായിട്ട് നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിനായിട്ടുള്ള ഈ അറിവ് നേടാനാണ് ഇതെല്ലാം കേൾക്കണം, ഈ കഥ കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ശ്ലോകം 26, ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മ ഈശ്വര പുമാൻ ദൃശ്യ ആദിഭി പൃഥക് ഭാവേ ഭഗവാൻ ഏക ഈയതേ. ഇത് പറയാണ്, ആ ഒരു സമദർശിയായിരിക്കണം, എല്ലാം ഒന്നാണെന്ന് അറിയണമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു ഉദാഹരണം പോലെ പറയാണ്. ജ്ഞാനമാത്രം, ജ്ഞാനമെന്ന സ്വരൂപത്തോടു കൂടിയ പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഈശ്വര, എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന പുമാൻ, ആ പരമപുരുഷൻ തന്നെയാണ് ഭഗവാൻ ഏക, ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. ദൃശ്യ ആദിഭി, ദൃശ്യം എന്ന് വെച്ചാൽ കാഴ്ച മുതലായവയെ പൃഥക് ഭാവേ, വെവ്വേറെ ഭാവങ്ങളായിട്ട് ഈയതേ നമുക്ക് തോന്നുന്നത് എന്ന്. അതായത് ശരിയായ ജ്ഞാനമായിരിക്കുന്ന ആ പരമാത്മാവ്, പരബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരേ ഒരു ഈശ്വരൻ ഉണ്ടല്ലോ, ജ്ഞാനമാണ് സ്വരൂപമെന്ന് പ്രത്യേകം പറയുന്നു. ആ ഈശ്വരൻ്റെ സ്വരൂപം ശരിക്ക് അറിവാണ്, ഈ നോളജാണ്, അറിവ്. ആ ജ്ഞാനം അനുഭവിച്ചറിഞ്ഞവൻ ഈശ്വരനായി എന്നാണ് പറയാം. ആ ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ തന്നെയാണ് ഇവിടെ ദൃശ്യം, കാഴ്ച, ശബ്ദം, ഗന്ധം, രുചി, സ്പർശം എന്നിങ്ങനെ പല ഭാവങ്ങളായിട്ട് നമുക്ക് തോന്നിക്കുന്നത് ഈ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണെന്ന്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ പ്രകൃതി എന്ന ശക്തിയുടെ, മായ എന്ന ഒരേ ഒരു ശക്തിയുടെ വൈഭവമാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം. ഒരേ ഒരു ഓംകാര ശബ്ദത്തിൽ നിന്നുണ്ടായതാണ് അല്ലേ. അപ്പം എല്ലാ വോയിസും ആ ഭഗവാൻ തന്നെയാണ്, എല്ലാ കാഴ്ചകളും ആ ഭഗവാൻ തന്നെയാണ്, എല്ലാ ഗന്ധങ്ങളും ആ ഭഗവാനാണ്, എല്ലാ രുചികളും ആ ഭഗവാനാണ്, എല്ലാ സ്പർശങ്ങളും ആ ഭഗവാനാണ്. കാഴ്ച, അതാണ് ദൃശ്യാദിപി, കാഴ്ച മുതലായ എല്ലാം, നമ്മൾ കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് വിവിധ ഭാവങ്ങളിൽ നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? മായയുടെ വ്യതിചലനം, സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ വ്യത്യസ്ത രൂപഭാവങ്ങളായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരേ ഒരു ഏകമായ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. എന്നിട്ട് ശ്ലോകം 27, ഏതാവാൻ ഏവ യോഗേന സമഗ്രേണ ഇഹ യോഗിനഃ യുജ്യതേ അഭിമതഃ ഹി അർത്ഥ യദസംഗ തു കൃതസ്നശഃ. എന്നിട്ട് പറയാണ് കേട്ടോ,
ഇഹ ഈ ലോകത്ത് യോഗിനഹ ഒരു യോഗി യോഗേന സമഗ്രേണ സമ്പൂർണമായ യോഗ പരിശീലനത്തിലൂടെ അഭിമതഃ ഹി അർത്ഥ ഏത് അർത്ഥ ലക്ഷ്യത്തിലെത്താനാണോ അഭിമതഃ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്താൻ അമ്മ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ന്. യത് അസംഗത്തു യത് അസംഗം ഒന്നിനോടും സംഘം ചേരാതെ മമതയില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്നത് ഏതൊന്നാണോ അത് കൃതസ്നഹ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു വസ്തുവിനോടും സമ്പൂർണമായിട്ട് മമതയില്ലാതിരിക്കുക, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്നത് ഏതൊന്നാണോ അത് ഏതാവാൻ ഏവ അതൊന്ന് മാത്രം മതി എന്ന്. ആ അവസ്ഥയിലേക്ക് എത്താൻ ഈ ലോകത്തെ യോഗീശ്വരന്മാർ നിരന്തരമായ കാലങ്ങളോളമുള്ള തപസ്സിലൂടെയും യോഗ പരിശീലനത്തിലൂടെയും എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ അവിടേക്ക് എത്താൻ യോഗ എന്നല്ലാതെ ഈ തപസ്സും യോഗവും ഒന്നല്ലാതെ ഒരു ഗൃഹസ്ഥാശ്രമിക്കും അമ്മയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ ആരാ? കുടുംബ ഗൃഹനാഥയാണ് അല്ലേ? ഒരു ഗൃഹനാഥയ്ക്കും ഒരു കുടുംബസ്ഥനും സാധിക്കും. അതിന് ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, മമതയില്ലാതെ ജീവിക്കുക. നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ ചോദിച്ച പോലെ മമതയാണ് ഈ കെട്ടുപാടിൽ പെടുത്തുന്നത്. സംഘം, ആസക്തി, മമത അല്ലെങ്കിൽ ആസക്തി എന്ന് പറയും. അത് ഇല്ലാതാക്കാൻ സമ്പൂർണമായും അതിൽ നിന്ന് മുക്തി വരിക. ആസക്തി, എല്ലാ എൻ്റെയാണ് എന്നുള്ള അറ്റാച്ച്മെൻറ്റ് അതില്ലാതെ ഇരിക്കുക. അതൊന്ന് മാത്രം മതി എന്ന്. ഏതൊരു യോഗിയും എത്താൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് എത്താൻ സാധിക്കുന്ന അതിന് തപസ്സോ യോഗ പരിശീലനമോ ഒന്നുമില്ലാതെ സാധിക്കും. മനസ്സ് മമതയില്ലാതെ വെച്ചാൽ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ആസക്തി ഇല്ലാതെ വെച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ശ്ലോകം 28. ഇനി അങ്ങനെ ആ ഒരു മമത ആസക്തി ഇല്ലാതെ മനസ്സിനെ വെക്കാനുള്ള വഴികൾ അതിനെക്കുറിച്ചാണ് കേട്ടോ 28ലും 29ലും പറയുന്നത്. ജ്ഞാനമേകം പരാജീനൈ ഇന്ദ്രിയൈ ബ്രഹ്മനിർഗുണം അവഭാതി അർത്ഥരൂപേണ ഭ്രാന്ത്യ ശബ്ദാദി ധർമ്മിണഃ. അതിനുള്ള ആ ഒരു ആസക്തി ഇല്ലാതെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ, മമതയില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ. അതിനുള്ള വഴിയാണ് പറയുന്നത് കേട്ടോ. ജ്ഞാനമേകം ഒരേ ഒരു ജ്ഞാനമായിരിക്കുന്ന ആ ഭഗവാൻ പരാജീനൈ ഇന്ദ്രിയൈ എന്ന് വെച്ചാൽ പരാജീന എന്ന് വെച്ചാൽ വിമുഖത കാണിക്കുക. ഇന്ദ്രിയങ്ങൾ വിമുഖത കാണിക്കുക. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് നോക്കിയിട്ടായിരിക്കണേ. കണ്ണ് തുറന്നു, ചെവി തുറന്ന്, മൂക്ക് തുറന്ന്, വായ തുറന്നൊക്കെ ഇരിക്കണേ. അപ്പോൾ പുറമേ കിട്ടുന്ന വിഷയങ്ങളെ സ്വീകരിക്കുകയാണ് ഇന്ദ്രിയങ്ങളുടെ പണി. ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരേ ഒരു ജ്ഞാനസ്വരൂപനായ ഈശ്വരനെ കാണുന്നില്ല. കാരണം ഇന്ദ്രിയങ്ങൾ പുറമേക്ക് നോക്കിയിരിക്കുന്ന അതിനോട് ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയല്ല ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നത്, പ്രപഞ്ചത്തെ കാണിച്ചു തരുന്നത്, ഈ ദ്വൈതത്തെ കാണിച്ചിരുന്നത്. അതിനെ കാണുന്ന ഈ അങ്ങനെ പുറത്തേക്ക് തോന്നിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ നിർഗുണം, ഗുണങ്ങൾക്കും അതീതനായിരിക്കുന്ന, അതായത് മായയിൽ പെടാത്തതായിട്ടുള്ള ആ ബ്രഹ്മമായിരിക്കുന്ന ഒരേ ഒരു ജ്ഞാനമായിരിക്കുന്ന ആ ഭഗവാനെ അർത്ഥരൂപേണ അർത്ഥരൂപം എന്ന് വെച്ചാൽ വിവിധ വസ്തുക്കളുടെ രൂപത്തിൽ ശബ്ദാദി ധർമ്മിണ, ശബ്ദം, രൂപം, ഗന്ധം, രുചി, സ്പർശം എന്നിങ്ങനെയുള്ള വിവിധ ധർമ്മങ്ങളുടെ വിവിധ രൂപത്തിലും പല പല വസ്തുക്കളുടെ രൂപത്തിലും ഭ്രാന്ത്യ അവബാധി തെറ്റായിട്ട് നമുക്ക് തോന്നുകയാണെന്ന് മനസ്സിലാക്കണമെന്ന്, അത് മനസ്സിലാക്കി ജീവിക്കണമെന്ന്. അതായത് ഒരേ ഒരു ബ്രഹ്മമായിരിക്കുന്ന ഒരേ ഒരു ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അതേ ഈശ്വരനെ തന്നെ, ആ ഈശ്വരൻ ഗുണങ്ങൾക്ക് അതീതനാണ്. അപ്പോൾ ഈശ്വരന് ഗുണങ്ങളില്ല, സത്വരജ തമോ ഗുണമില്ല. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ജ്ഞാനമാണ് ആ ഈശ്വരൻ. അതുകൊണ്ടാണ് ഗുണങ്ങൾ ഈശ്വരനെ ബാധിക്കാത്തത്. രൂപത്തിലേക്ക് വരുന്നതൊക്കെ മായ, ഗുണങ്ങൾക്ക് ചേർന്നതാണ്. യഥാർത്ഥത്തിലുള്ള ഈശ്വരന് മായയില്ല, ഗുണങ്ങളില്ല. അങ്ങനെ ഗുണങ്ങൾക്കും അതീതനായ ജ്ഞാനമായിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ആ ഈശ്വരനെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതാണ് പരാജീനെ ഇന്ദ്രിയങ്ങൾ ആ ഈശ്വരനോട് വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ രൂപമില്ലാത്ത ഈശ്വരനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? ശബ്ദത്തിലോ രൂപത്തിലോ സ്പർശത്തിലോ ഒന്നും അറിയാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങൾ പുറമേക്ക് തുറന്നിരിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ കാണിച്ചു തരുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് ഈ ഈശ്വരനെ, ജ്ഞാനസ്വരൂപനായ ആ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ആ അതേ ഭഗവാൻ തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന ശബ്ദം, രൂപം, ഗന്ധം, സ്പർശം, പിന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളായിട്ട് പല പല വിധത്തിലുള്ള വസ്തുക്കളും രൂപവും ഗന്ധവും
സ്പർശവും ഒക്കെ ആയിട്ട് തെറ്റായിട്ട് നമുക്ക് തോന്നുന്ന ഈ ദ്വൈതമായിട്ട് നമുക്ക് തോന്നുകയാണെന്ന്. അതാണ് ഭ്രാന്ത്യ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പലതാണല്ലോ എന്ന്. എന്നാൽ ഇതൊക്കെ അതേ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഈശ്വരൻ ഗുണങ്ങളോട് കലർന്നപ്പോൾ പലതായതാണ് എന്ന്. നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു അധ്യായം പഠിച്ചിട്ടില്ലേ? ഒരേ ഒരു അതായത് ആൽമര വൃക്ഷം തലകീഴായി നിൽക്കുന്ന ഒരു രൂപം നമ്മൾ പഠിച്ചു. ആൽമര വൃക്ഷത്തിൻ്റെ വേര് മുകളിലും അതിൻ്റെ ബ്രാഞ്ചസ് അത് താഴേക്കുമാണ്. അപ്പോൾ വേരായിട്ടിരിക്കുന്ന ഒരേ ഒരു സത്തയിൽ നിന്നും പിന്നീട് താഴേക്ക് വരുമ്പോൾ പലതായിട്ട് മാറുന്നത്. ഈ പലതായി മാറുന്ന ഒരുപാട് ചില്ലകളും ഇലകളും എന്താ പറയുക തണ്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയൊരു ആൽമരമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ ലോകം. പക്ഷെ എവിടുന്നാ വന്നേ? ഒരൊറ്റ വേരിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ ഭഗവാൻ, ജ്ഞാനസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ഈ ലോകത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന 5 വിഷയങ്ങളും മറ്റെല്ലാ സർവചരാചരങ്ങളും വസ്തുക്കളായിട്ട് പല രൂപത്തിലും ഭാവത്തിലും ദ്വൈതങ്ങളായി വ്യത്യാസങ്ങളായിട്ട് നമുക്ക് ഒരു തെറ്റിദ്ധാരണ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരേ ഒരു ഈശ്വരനിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എനിക്കിഷ്ടപ്പെടാത്തത് എന്ന അറ്റാച്ച്മെൻറ്റും വെറുപ്പും ഇല്ലാണ്ടാവും. ഇവരൊക്കെ എൻ്റെ മിത്രങ്ങൾ, ശത്രുക്കൾ, ഇതെൻ്റെ ബന്ധുക്കൾ, ഇത് മറ്റുള്ളവർ, എനിക്കൊരു ബന്ധവുമില്ലാത്ത വല്ലവർ എന്നൊക്കെയുള്ള വേർതിരിവുകളുണ്ടല്ലോ, നല്ലത് ചീത്ത, നല്ല ദിവസം എന്നൊക്കെയുള്ള വേർതിരിവുകൾ, ദ്വൈതങ്ങൾ ഇല്ലാണ്ടാവും. കാരണം ഈ കണ്ട ദ്വൈതങ്ങളൊക്കെ ഒരേ ഒരു അദ്വൈതത്തിൽ നിന്നാണ് വന്നത് എന്ന് തിരിച്ചറിയാം. അപ്പോൾ ആ മമത മാത്രം മതി എന്ന് പറഞ്ഞല്ലോ, ആ ആസക്തി ഇല്ലാണ്ട് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞല്ലോ. ഏതൊരു യോഗിയും എത്തേണ്ട അവസ്ഥയിലേക്ക് എത്താൻ ഇത് മാത്രം മതി ഒരു ഗൃഹസ്ഥാശ്രമിക്ക്. മമത, അറ്റാച്ച്മെൻറ്റ്, ആസക്തി ഇല്ലാതെ ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞില്ലേ? അതിനുള്ള വഴിയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇതറിയണം. ഈ കാണുന്ന ദ്വൈതം നിറഞ്ഞ എല്ലാം ഒരേ സത്തയിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ അതിനെ നോക്കി ഇതൊക്കെ നല്ലത്, ഇതൊക്കെ പൊട്ട, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് എങ്ങനെ വേർതിരിക്കാൻ കഴിയും? എല്ലാം ഒന്ന് തന്നെ എന്ന ഭാവം. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറയും. മാത്രമല്ല വേറൊരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട, അറ്റാച്ച്മെൻറ്റ് കുറയുമ്പോൾ ഇഷ്ടക്കേടല്ല വരിക, എല്ലാത്തിനെയും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരും. കാരണം അതിൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും ഒരേ ശക്തിയാണ്. ഒരു ചെറിയ പ്രാണിയെ കണ്ടാൽ, ഒരു പുഴുവിനെ കണ്ടാൽ, ഒരു കൃമിയെ കണ്ടാൽ പോലും എന്നിലും അവനിലും ഒരേ ഒരു ശക്തിയാണെന്നറിയുമ്പോൾ അറ്റാച്ച്മെൻറ്റ്, മമത, ആസക്തി ഉണ്ടാവില്ല. പക്ഷേ എന്ന് കരുതി വെറുപ്പല്ല അവിടെ വരിക. അതൊരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ള, ബഹുമാനിക്കാനുള്ള ഒരു മനസ്സും കൂടി അവിടെ ഉണ്ടാകുന്നു. നമുക്ക് ആ ഓവറായിട്ടുള്ള എൻ്റെ സ്വന്തം എന്നുള്ള അറ്റാച്ച്മെൻറ്റ് പോവും, പക്ഷേ ഒന്നിനോടുമുള്ള ആസക്തി ഉണ്ടാവില്ല. പക്ഷേ എല്ലാത്തിനെയും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കുന്നു. അതാണ് ആ അദ്വൈത ചിന്ത വരുമ്പോഴുള്ള പ്രത്യേകത. ഇത് വേറെ എന്നുള്ളതില്ല. എല്ലാവരെയും എല്ലാവരോടൊരു ബഹുമാനം തോന്നാനായിട്ടുള്ള ഒരു മനസ്സും കൂടിയും അതിൽ നിന്ന് ഉണ്ടാകുന്നു. ഇനി ശ്ലോകം 21-29. യഥാ മഹാനഹം രൂപഃ ത്രിവിധ പഞ്ചവിധ സ്വരാട് ഏകാദശവിധ തസ്യ വപു അണ്ഡം ജഗത് യതഃ. അതായത് ഇവിടെ ഒരു ഉദാഹരണം പറയാൻ കേട്ടോ. യഥാ എപ്രകാരമാണോ, മഹാൻ എന്നുവെച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടായത് എന്താ? മഹത്തത്വം അല്ലേ? ആ മഹത്തത്വം അഹം രൂപ, അഹങ്കാരമായി മാറി. അത് ത്രിവൃത്, അത് 3ആയി പിരിഞ്ഞു. അഹങ്കാരം തന്നെ സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം എന്ന് 3ആയി പിരിഞ്ഞു. ഇനി പഞ്ചവിധ, അത് തന്നെ 5ആയി പിരിഞ്ഞു. അതിൽ നിന്നും പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടായി. ഇനി അത് തന്നെ ഏകാദശവിധ 11ആയി പിരിഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, അങ്ങനെ 11 ഇന്ദ്രിയങ്ങളായും പിരിഞ്ഞു. ഇങ്ങനെ തസ്യ വപു, ആ ശരീരം പിന്നീട് അണ്ഡം, ബ്രഹ്മാണ്ഡമായി, ജഗത്തായി, പ്രപഞ്ചമായി മാറി. യതഃ, ഇത് എപ്രകാരമാണോ ഇതുപോലെയാണ് സ്വരാട്. സ്വരാട് എന്ന് വെച്ചാൽ എന്താ? ജീവാത്മാവ്. എല്ലാ ചരാചരങ്ങളുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നത് ഒരേ ഒരു ജീവാത്മാവാണ് എന്നും അറിയുക എന്ന്. ഈ കണ്ട പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാ?
ഏറ്റവും ആദ്യത്തെ സത്വരജ തമോ ഗുണങ്ങൾ തുല്യമായി നിൽക്കുന്നിടത്തു നിന്നും വ്യതിചലനം സംഭവിച്ച് സത്വഗുണം കൂടി നിൽക്കുന്ന സമയത്ത് മഹത്തത്വമുണ്ടായി, അവബോധം. അതിൽ തന്നെ തമോ ഗുണം കൂടി നിന്നപ്പോൾ അത് പിരിഞ്ഞ് അഹങ്കാരതത്വമായി. അപ്പം അതിൽ നിന്നാണ് കേട്ടോ, അത് മൂന്നായി പിരിഞ്ഞു. അതിൽ നിന്നും പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മ, മനസ്സ്, ഇവയെല്ലാം ഇങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ മാറിയത്. ഇവയെല്ലാം ചേർന്ന് ഒരു ശരീരമായി, ബ്രഹ്മാണ്ടമായി, പ്രപഞ്ചമായി. അപ്പം ഇതൊക്കെ ഉണ്ടായത് ഒരേ ഒരു മഹത്തത്വത്തിൽ നിന്നാണ് എന്നതുപോലെ അതാണ് യഥാ. അതെപ്രകാരമാണോ അതുപോലെയാണ് ഈ കാണുന്ന സർവചരാചരങ്ങളിലും ഇരിക്കുന്ന സ്വരാട് എന്ന് വെച്ചാൽ ജീവാത്മാവ്, വിരാട് എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന, ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ്. സ്വരാട് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ആ പരമാത്മാവ് ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരേ ഒരു വിരാടായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സ്വരാട് രൂപത്തിൽ ജീവാത്മാവായിട്ട് എല്ലാ ശരീരത്തിലും ഇരിക്കുന്നത് എന്ന് അറിയുക. ഒരേ മഹത്വത്തിൽ നിന്നും പിരിഞ്ഞ് പിരിഞ്ഞ് ഈ പ്രപഞ്ചം എപ്രകാരമാണോ ഉണ്ടായത് അതുപോലെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആസക്തി എന്തിനോടെങ്കിലൊക്കെ ഉള്ള കർമ്മത്തിനോട്, കുടുംബത്തിനോട്, ബന്ധുക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെയുള്ള ഓവറായിട്ടുള്ള നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, അതില്ല. ആസക്തി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ സ്നേഹം ഇല്ലാണ്ടാവുക എന്നല്ല അതിനർത്ഥം. ആസക്തി ഇല്ലാതാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങാം. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ തോന്നുന്നതാണ് എൻ്റെ സ്വന്തം എന്ന് വിചാരിച്ച് നമ്മൾ ചേർത്തി പിടിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന. തെറ്റല്ല, അത് തെറ്റാണ്. ഇത് ആസക്തിയാണ്. എൻ്റെ സ്വന്തമായതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്നേഹിക്കണേ. അവരിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആണെങ്കിലോ സ്നേഹമില്ല. എൻ്റെ സ്വന്തമായതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും അത് എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് സ്നേഹം. അതാണ് ആസക്തിയോട് കൂടിയിട്ടുള്ള സ്നേഹം. അതിനെയാണ് ആസക്തി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്നേഹം ആസക്തിയല്ല. അത് എൻ്റെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും സന്തോഷമായിട്ട് അവരിയ്ക്കണം എന്നുള്ള മനസ്സ്, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അവിടെ ആസക്തിയില്ല. എൻ്റെ സ്വന്തമായതുകൊണ്ടുള്ള സ്നേഹത്തിനെയാണ് ആസക്തി എന്ന് വിളിക്കുന്നത്. ആസക്തി പോവുക, മമത പോവുക എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാണ്ടാവുക എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതല്ല യഥാർത്ഥത. അതിനെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം എന്നാ പറയുക. അതല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹം. യഥാർത്ഥത്തിലുള്ള സ്നേഹം എല്ലാം എന്നിലും അവരിലും ഇരിക്കുന്നത് ഒരേ ഒരു ശക്തി ആണ് എന്നറിയുമ്പോൾ തോന്നുന്ന, അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടൊന്ന് സ്നേഹിച്ച് നോക്കി വെക്കും. അപ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. അവിടെ എൻ്റെ സ്വന്തം എന്നുള്ള ഭാവം ഇല്ലാണ്ട്, സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ആ സ്നേഹത്തെ ഒന്ന് അനുഭവിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഇത്രയും നാളും ഉണ്ടായിരുന്നത് എൻ്റെ സ്വന്തമായതുകൊണ്ടുള്ള ഒരു സ്നേഹമായിരുന്നു എന്ന് അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ശ്ലോകം 30 ഏതത് വൈ ശ്രദ്ധയാ ഭക്തിയാ യോഗാഭ്യാസേന നിത്യശഃ സമാഹിതാത്മാ നിസംഗഃ വിരക്ത്യാ പരിപശ്യതി. ഏതത് വൈ, ഈ ഒരു സത്യം ഉണ്ടല്ലോ, എല്ലാത്തിലും ഒന്ന് തന്നെയാണ് ഇരിക്കുന്നത്, എല്ലാം ഒന്നാകുന്ന ഈശ്വരൻ തന്നെയാണ് എന്ന സത്യത്തെ അറിയാനുള്ള യോഗ്യത ഇങ്ങനെയാണ് നേടുകയെന്ന്. അതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ആസക്തി ഇല്ലാണ്ടാവാൻ നമ്മൾ സത്യം അറിയണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇങ്ങനെയാണ് അറിയുക. അതായത് എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതാണ് ആസക്തി ഇല്ലാണ്ടാക്കുക, മമത ഇല്ലാണ്ടാക്കാനുള്ള ഒരു മാർഗം. ഇനി അതിനുള്ള യോഗ്യത എങ്ങനെയാണെന്ന്, ആ ഒരു സത്യം അറിയണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം. അതെങ്ങനെയാണെന്ന് ശ്രദ്ധയാ, പൂർണ്ണ വിശ്വാസത്തോടെ, ഭക്തിയാൽ, യോഗാഭ്യാസേന നിത്യശഃ, നിത്യവും യോഗ പരിശീലനം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ യോഗ എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ അടക്കാൻ പരിശീലിക്കുക. ധ്യാനത്തിലൂടെയും മറ്റും മനസ്സിനെ നിശ്ചലമാക്കി ഒരു സെക്കൻഡെങ്കിലും വെക്കാൻ പരിശീലിക്കുക. അങ്ങനെ നിത്യവും പരിശീലിച്ച് സമാഹിത ആത്മാ, മനസ്സിനെ അടക്കാൻ ശ്രമിക്കാം. ദൃഢമായ ഉറച്ചൊരു മനസ്സ് കൊണ്ടുവന്ന് അനിയന്ത്രിതമായ ചിന്തകളിലേക്ക് പോകാതെ ഇങ്ങനെ മനസ്സ് ശക്തമായ ഉറപ്പുള്ളൊരു മനസ്സുണ്ടാക്കിയിട്ട് നിസംഗഃ, ഒന്നിനോടും അധികം അറ്റാച്ച്മെൻറ്റ് വെക്കാതെ, അത് സ്നേഹക്കുറവല്ലാത്ത അറ്റാച്ച്മെൻറ്റ് വെക്കാതെ, വിരക്ത്യ, ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങൾ ഒരു മടുപ്പ് തോന്നിയിട്ട് അങ്ങനെ എത്തുന്നവർക്ക് മാത്രമേ ഏതത് വൈ, ഈ ഒരു സത്യത്തെ പരിപശ്യതി, കാണാൻ കഴിയോ എന്ന്.
മനസ്സ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക. ദൃഢവിശ്വാസത്തോടെ ഞാൻ പോകുന്ന വഴി ശരിയാണ് എന്ന വിശ്വാസത്തോടെ, നിഷ്കളങ്കമായ ആ ശക്തിയിലുള്ള ഭക്തിയോടെ നിത്യവും മനസ്സിനെ അടക്കാനായി ഇങ്ങനെ പരിശീലിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അടക്കി പിടിച്ച, നിയന്ത്രിച്ച് പിടിച്ചൊരു മനസ്സോടെ ഒന്നിനോടും ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളില്ലാതെ ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങളോടൊരു മടുപ്പ്, മതിയായി എന്നൊരു ഭാവം ആരുടെ മനസ്സിലെത്തുന്നു അവർക്കാണ്, അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിനാണ് ഇങ്ങനെ എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള ആ ഒരു സത്യത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നിത്യവുമുള്ള ഈ ഭക്തി, ഈ ഒരു അറിവ്, ഈ ഒരു കഥാശ്രവണം, ഭഗവത് തത്വകഥാശ്രവണങ്ങൾ, ഭക്തി, നമ്മുടെ ധ്യാന പരിശീലനങ്ങൾ, ഇങ്ങനെയുള്ള സാധനയിലൂടെ മനസ്സ് നിഷ്കളങ്കമാവുമ്പോഴാണ്, മാറുമ്പോഴാണ്, ശുദ്ധമാവുമ്പോഴാണ് നമുക്ക് സമദർശിയാവാനായിട്ട്, എല്ലാം ഒന്നാണെന്ന് ആവാൻ, ഈ സത്യത്തെ അറിയാനുള്ള, കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഇന്നത്തോടുകൂടി ഇത് മതി, ഇനി ബാക്കി നാളെ. നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിരുന്നു, അർജുനൻ എൻ്റെ ബന്ധുമിത്രാദികളോട് യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത് അർജുനനോട്? അർജുന, നീ ഇപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കാൻ കാരണം ഞാനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് നീ വിശ്വസിക്കുന്നു. നീ ആ അഹത്തിലിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ ബന്ധുക്കളെ യുദ്ധം ചെയ്തു കൊല്ലാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നീ തളർന്നിരിക്കുന്നത്. അന്ന് അർജുനന് ആ അധ്യായങ്ങളിലൊക്കെ ആയിട്ട് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു എന്നാ, ഒരേ ഒരു ഈശ്വരൻ എന്ന സത്യം ആ ഭഗവാൻ ഇച്ഛിച്ചപ്പോൾ പ്രകൃതി എന്ന ശക്തിയാണ് നീ അർജുനൻ എന്ന ഈ ശരീരത്തിനെ, മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് ആ പ്രകൃതിയുടെ മായയാണ്, സത്വരജതമോ ഗുണത്തിലൂടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാതും വ്യത്യാസം. ഈ കണ്ട ആൾക്കാരെല്ലാം ഏതെങ്കിലും ഒരു രൂപത്തിൽ വ്യത്യസ്തരായിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ ദ്വൈതം നമുക്ക് തോന്നുകയാണ്, ഇവരൊക്കെ ഈ രൂപത്തിലാണ് എന്ന്. ഇതിനെയൊക്കെ, ഈ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്നത് ആ ശക്തിയാണ്. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിനക്ക് യുദ്ധം ചെയ്യാൻ, അമ്പെടുത്ത് ചെയ്യാനായിട്ടുള്ള ശക്തി, അതിന് നിനക്കൊരു ശക്തി വേണം. ഈ കൈ പൊന്തണ്ടേ? അത് നിനക്ക് എവിടുന്നാ കിട്ടി? അത് നീ ഉണ്ടാക്കണതല്ല, ആ ശക്തിയാണ് പ്രകൃതി. അതുപോലെ നിന്റെ മനസ്സിനെ അത് കൃത്യമായിട്ട് ആ അസ്ത്രത്തെ അയക്കാൻ നിന്റെ ബുദ്ധിക്ക് തോന്നണ്ടേ? അത് എങ്ങനെയാ തോന്നുന്നത്? ഇത് നമ്മൾ ആരെങ്കിലും ജന്മനാ കൊണ്ടുവരുന്നതാണോ? അല്ല, അതാണ് പ്രകൃതി എന്ന ശക്തി. ആ ശക്തിയെ സ്മരിച്ച്, ആ ശക്തിയാണ് ഈ കർമ്മത്തെ ചെയ്യുന്നത് എന്ന സ്മരണയോടെ സമർപ്പിച്ച് നീ കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. ആ അറിവ് കിട്ടിയെങ്കിലും ഭഗവാൻ പറഞ്ഞു, അർജുനൻ കേട്ടു, പൂർണ്ണ വിശ്വാസത്തോടെ ആ കർമ്മത്തെ ചെയ്തു, യുദ്ധം ചെയ്തു. പക്ഷേ അർജുനൻ അതിനെ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ അറിവ് എന്താണെന്ന്. അത് കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു. ഭഗവാനും സ്വർഗാരോഹണം നടത്തി. അത് പോകുന്നതിന് മുൻപ് തൻ്റെ പത്നിമാരെ സംരക്ഷിക്കാൻ അർജുനനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഭഗവാൻ പോയത്. അർജുനൻ ഭഗവാന്റെ പത്നിമാരെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് കുറേ കാട്ടാളന്മാർ, നിസ്സാരക്കാരായ കാട്ടാളന്മാർ, ഇത്രയും വലിയ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇത്രയും വലിയ ദ്രോണരെയും ഭീഷ്മരെയും ഒക്കെ അസ്ത്രമയച്ച് കൊന്ന ഇത്രയും ശക്തിമാനായ അർജുനൻ, നിസ്സാരക്കാരായ ഈ കാട്ടാളന്മാരോട് പൊരുതാൻ പറ്റാതെ അർജുനൻ പരാജയപ്പെട്ടു. ഭഗവാന്റെ പത്നിമാരെയൊക്കെ അവർ കട്ടുകൊണ്ട് പോയി. ആ നിമിഷമാണ് അർജുനൻ അറിയുന്നത്, ഇപ്പം എൻ്റെ കൂടെ ഭഗവാൻ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഭഗവാനായിരുന്നു എൻ്റെ ശക്തി. ഇവിടെ ഞാൻ അസ്ത്രവിദ്യ പഠിച്ച്, ദ്രോണരുടെ കീഴിൽ അസ്ത്രവിദ്യ പഠിച്ച് എൻ്റെ കഴിവുകൊണ്ടല്ല ഈ കണ്ട കാലം ഞാൻ യുദ്ധത്തിൽ വിജയിച്ചത്. ഭഗവാനായിരുന്നു എൻ്റെ ശക്തി. ആ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിട്ട് ആ പ്രകൃതി എന്ന ശക്തി ശ്രീകൃഷ്ണ രൂപത്തിൽ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ശക്തി തന്നതുകൊണ്ടാണ് ഈ കണ്ട യുദ്ധങ്ങളിൽ ഞാൻ വിജയിച്ചത് എന്ന് അവിടെ തോറ്റപ്പോഴാണ്, അപ്പോഴാണ് അർജുനൻ മനസ്സിലാക്കിയത് പ്രകൃതി എന്ന ശക്തിയാണ് ഈ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്നത്. അന്നാണ് ആ അറിവിനെ അർജുനൻ അനുഭവിച്ചറിഞ്ഞത്. അതോടുകൂടിയാണ് എല്ലാ കൊട്ടാരവും രാജ്യവും ഭരണവും എല്ലാം ഉപേക്ഷിച്ച് ജ്യേഷ്ഠനോട് യാത്രയും പറഞ്ഞ് അർജുനൻ പോയത്.
മനസ്സിലായില്ലേ? അന്ന് ആ ഒരു അറിവ് ഭഗവാൻ പറഞ്ഞു കൊടുത്തപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശക്തിയില്ലെങ്കിൽ മുന്നോട്ടൊരു പാദം ചലിപ്പിക്കാൻ, ഒരു വിരൽ